ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ 2026 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഏകദേശം ജനുവരി മാസത്തുള്ള മുഴുവൻ ഫാക്റ്റും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫാക്ട്, 2026 ന്യൂ ഇയർ വരവേറ്റ ആദ്യത്തെ രാജ്യം ഏതാണ്? കിരിബാത്തി ദ്വീപാട്ടോ. കിരിബാത്തി ദ്വീപാണ് 2026 ന്യൂ ഇയർ ആദ്യമായിട്ട് വരവേറ്റ രാജ്യം ചോദിച്ചാൽ അത് കിരിബാത്തി ദ്വീപാട്ടോ. കിരിബാത്തി ദ്വീപാണ്. ഇനി ആഭ്യന്തര ഉപയോഗത്തിന്റെയും കയറ്റുമതിയുടെയും കരുത്തില് ആഭ്യന്തര മൊത്ത ഉൽപാദനം, അതായത് GDP-യിൽ ലോകത്തിലെ തന്നെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയ രാജ്യം ചോദിച്ചാൽ ഇന്ത്യ കേട്ടോ. ആഭ്യന്തര ഉപയോഗത്തിന്റെയും കയറ്റുമതിയുടെയും കരുത്തില് GDP-യുടെ ലോകത്തിലെ തന്നെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇനി ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച മിസൈൽ ചോദിച്ചാൽ പ്രളയാട്ടോ. പ്രളയാണ്. ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച മിസൈലാണ് ഏതെന്ന് പറയുന്നത് പ്രളയ് എന്ന് പറയുന്നത്. ഇനി കവിയും സംസ്കൃത പണ്ഡിതനുമായിട്ടുള്ള ശ്രീരാമൻ നമ്പൂതിരി പുരസ്കാരത്തിന് അർഹയായത് ശ്രീരാമൻ നമ്പൂതിരി പുരസ്കാരത്തിന് അർഹയായത് ആരാന്ന് ചോദിച്ചാൽ PK മോദിനി ആട്ടോ. PK മോദിനിയാണ്. ഇനി യൂറോസോണിന്റെ ഭാഗമാകുന്ന 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ കേട്ടോ. ബൾഗേറിയ യൂറോസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെല്ലാം ചേർത്ത് പറയുന്ന പേരാണെന്ത്? യൂറോസോൺ കേട്ടോ. യൂറോസോൺ എന്ന് പറയുന്നത് ഈ യൂറോസോണിന്റെ ഭാഗമാകുന്ന 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ. ഓർത്തു നോക്കുക, യൂറോസോണിന്റെ ഭാഗമാകുന്ന 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. യൂറോസോൺ എന്ന് പറഞ്ഞാൽ യൂറോ ഉപയോഗിക്കുന്ന, അതായത് കറൻസി ഉണ്ടല്ലോ, ഇന്ത്യൻ രൂപ, ഡോളർ എന്നൊക്കെ പറയുന്നത് പോലെ യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? യൂറോസോൺ എന്ന് പറയുന്നത്. ബൾഗേറിയ ഉപയോഗിച്ചിരുന്ന കറൻസി ഏതാന്ന് വെച്ചാൽ ലെവ് കറൻസി ആയിരുന്നു. അത് ഉപേക്ഷിച്ചിട്ടാണ് ഏതിലേക്ക് വന്നത്? യൂറോയിലേക്ക് വന്നത്. അപ്പൊ ബൾഗേറിയയുടെ മുൻപത്തെ കറൻസി ഏതാന്ന് ചോദിച്ചാൽ ലവ് ആട്ടോ. ലവ് കറൻസി ആണ്. നിലവിലേതാ? അത് യൂറോയാണ്. യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ എന്ന് പറയുന്നത്. 2007 മുതൽ യൂറോപ്യൻ യൂണിയൻ അംഗമാണെങ്കിലും ബൾഗേറിയ ലെവ് കറൻസി ആയിരുന്നു തുടർന്നിരുന്നത്. അതായത് 2007 മുതൽ യൂറോപ്യൻ യൂണിയന്റെ ഭാഗം തന്നെയാണ് ബൾഗേറിയ എന്ന് പറയുന്ന രാജ്യം. പക്ഷെ അവിടെ കറൻസി ഏതായിരുന്നു? ലെവ് എന്ന് പറയുന്ന കറൻസി ആയിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? അവരും യൂറോയിലേക്ക് മാറിയിട്ടുണ്ട്. എത്രാമത്തെ രാജ്യമാണ്? 21ാമത്തെ രാജ്യമാണ്. യൂറോ ഉപയോഗിക്കുന്ന 21ാമത്തെ രാജ്യമായിട്ടാണ് വന്നത്? ബൾഗേറിയ വന്നത്. യൂറോസോൺ എന്ന് പറഞ്ഞാൽ യൂറോ കറൻസി ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത്? യൂറോസോൺ എന്ന് പറയുന്നത്. ഇനി ജനുവരി 2 നമുക്കറിയാം മന്നം ജയന്തിയാണ് അല്ലെ. മന്നം ജയന്തിയാണ് ജനുവരി 2 എന്ന് പറയുന്നത്. ഈ വർഷം 2026 ആഘോഷിച്ചത് അത് 149ാമത്തെ മന്നം ജയന്തിയാണ്. 2026 ജനുവരി 2 ആഘോഷിച്ചത് എത്രാമത്തെ മന്നം ജയന്തിയാ? 149ാമത്തെ മന്നം ജയന്തിയാണ്. ഇനി സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ടുകൊണ്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനൽ എന്ന് പറയുന്നത്. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ടുകൊണ്ട് വനിതാ ശിശു വികസന വകുപ്പ്, ഇത് ഓർത്തു വെക്കണം, വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? കനൽ എന്ന് പറയുന്നത്. കനല്. ഇനി രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ട് രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് തന്നെയാണ്. അത് സ്ലീപ്പർ ആയിട്ടുള്ളത് കൊൽക്കത്ത ഗുവാഹത്തി ആട്ടോ. ട്രെയിൻ റൂട്ട് ചോദിച്ചാൽ കൊൽക്കത്ത ഗുവാഹത്തി റൂട്ടാണ്. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ട് ചോദിച്ചാൽ കൊൽക്കത്ത ഗുവാഹത്തി റൂട്ടാണ്. ഇനി ന്യൂയോർക്ക് സിറ്റിയുടെ 112ാമത്തെ മേയറായിട്ട് ചുമതലയേറ്റ ഇന്ത്യൻ വംശജനാണ് സൊഹ്റാൻ മംദാനി. ന്യൂയോർക്ക് സിറ്റിയുടെ 112ാമത്തെ മേയറായിട്ട് ചുമതലയേറ്റ ഇന്ത്യൻ വംശജനാണ് ആര്? സൊഹ്റാൻ മംദാനി എന്ന് പറയുന്നത്. നഗരത്തിലെ ആദ്യത്തെ മുസ്ലിം മേയർ കൂടിയാണ് ആര്? ഡെമോക്രാറ്റിക് നേതാവായിട്ടുള്ള മംദാനി എന്ന് പറയുന്നത്. ന്യൂയോർക്ക് സിറ്റിയുടെ 112ാമത്തെ മേയറാണ് ആര്? സൊഹ്റാൻ മംദാനി എന്ന് പറയുന്നത്. നഗരത്തിലെ തന്നെ ആദ്യത്തെ മുസ്ലിം മേയറായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവാണ് ആര്? മംദാനി എന്ന് പറയുന്നത്. ഇന്ത്യൻ വംശജനാണ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി ഇന്ത്യയിലെ മെഗറ്റ്സ് ഗോപി മത്സ്യത്തെ കണ്ടെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ മെഗറ്റ്സ് ഗോപി എന്ന മത്സ്യത്തെ കണ്ടെത്തിയത് എവിടെയാ? ആര്യപ്പള്ളി, ഒഡീഷ കേട്ടോ. ആര്യപ്പള്ളി എവിടെയാ? ഒഡീഷയിലാണ്. മെഗറ്റ്സ് ഗോപി എന്ന മത്സ്യത്തെ കണ്ടെത്തിയത് എവിടെയാ?
ആര്യപള്ളിയിലാണ്. ആര്യപള്ളി എവിടെയാ? ഒഡീഷയിലാണ്. ഇനി കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായ മലയാളിയാണ് ശ്രീകുമാർ പിള്ള. ശ്രീകുമാർ പിള്ള. കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായ മലയാളി ചോദിച്ചാൽ ആരാ? ശ്രീകുമാർ പിള്ളയാണ്. ഇനി ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായ അഞ്ജന മേനോൻ. അഞ്ജന മേനോൻ രചിച്ച കൃതിയാണ് റോസമ്മാസ് ബോയ് എന്ന് പറയുന്നത്. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായ കൃതി ചോദിച്ചാൽ ഏതാ? റോസമ്മാസ് ബോയ് റോസമ്മാസ് ബോയ് ആണ്. അത് രചിച്ചതാരാ? അഞ്ജന മേനോൻ. അഞ്ജന മേനോനാണ്. ഇനി അടുത്തിടെ അന്തരിച്ച 8 തവണ ഗ്രാമി അവാർഡിനുള്ള നാമനിർദ്ദേശം ലഭിച്ച സുവിശേഷ ഗായകനും റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുമായ വ്യക്തിയാണ് റിച്ചാർഡ് സ്മാൾവുഡ്. ഇനി കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായതാരാ? ജസ്റ്റിസ് സൗമൻ സെൻ. നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ആരാ? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ഇനി വ്യോമസേന ഉപമേധാവിയായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് എയർ മാർഷൽ നാഗേഷ് കപൂർ. വ്യോമസേനയുടെ ഉപമേധാവിയായിട്ട് നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാ? എയർ മാർഷൽ നാഗേഷ് കപൂർ ആണ്. ഇനി ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകനായിട്ട് നിയമിതനായ വ്യക്തിയാണ് സ്യോർദ് മാരിൻ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകനായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? സ്യോർദ് മാരിൻ എന്ന് പറയുന്നത്. ഇനി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞം പരിപാടിയാണ് ഏത്? അശ്വമേധം എന്ന് പറയുന്നത്. അശ്വമേധം എന്ന് പറയുന്ന പദ്ധതി താഴെ തന്നിരിക്കുന്നതിൽ ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതായിരിക്കും? കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന്റെ ഭവന സന്ദർശന യജ്ഞം പരിപാടിയാണ് ഏതെന്ന് പറയുന്നത്? അശ്വമേധം എന്ന് പറയുന്നത് കുഷ്ഠരോഗം തിരിച്ചറിയാത്തത് മൂലം ചികിത്സ ലഭിക്കാതെ കഴിയുന്നവരെ കണ്ടെത്തിയിട്ട് ചികിത്സ നൽകുക എന്നതാണ് ഏതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? അശ്വമേധം എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി രാജ്യത്ത് ഏറ്റവും അധികം ആയുർ ദൈർഘ്യമുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? നമ്മുടെ കേരളമാണ്. രാജ്യത്ത് ഏറ്റവും അധികം ആയുർ ദൈർഘ്യമുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? നമ്മുടെ കേരളമാണ്. 2051 കേരളത്തിൽ ആയുർ ദൈർഘ്യം 10 വയസ്സ് കൂടുമെന്നാണ് പഠനം. പുരുഷന്മാരുടേത് 70 നിന്ന് 80 വയസ്സും സ്ത്രീകളുടേത് 75.9 നിന്ന് 85.7 ആകുമെന്നുമാണ് വിലയിരുത്തല്. ഇപ്പൊ രാജ്യത്ത് തന്നെ ഏറ്റവും ആയുർ ദൈർഘ്യമുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? നമ്മുടെ കേരളമാണ്. ഇനി 2026 ജനുവരിയിൽ പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് സംബന്ധിച്ച പുതിയ നിയമം പാസാക്കിയ അറബ് രാജ്യമാണ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. 2026 ജനുവരി മാസത്തിൽ പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് സംബന്ധിച്ച പുതിയ നിയമം പാസാക്കിയ രാജ്യം ഏതാ? UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. എന്താ അവിടുത്തെ നിയമം? UAE ഇനി മുതൽ 18 വയസ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യും? പ്രായപൂർത്തിയായതായിട്ട് കണക്കാക്കും. നിലവിൽ എത്രയായിരുന്നു? അത് 21 വയസ്സായിരുന്നു. അവിടെ പ്രായപൂർത്തിയാകണമെങ്കിൽ അവിടെ 21 വയസ്സായിരുന്നു. 2026 ജനുവരി മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് 18 വയസ്സായിട്ട് കുറച്ചിട്ടുണ്ട്. 21 ചന്ദ്രവർഷത്തിൽ നിന്ന് 18 ഗ്രിഗോറിയൻ വർഷമാക്കിയിട്ടാണ് മാറ്റിയത്. ഓർത്തുക. ഇനി വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായ പരിഷ്കാരവുമായിട്ട് ഏത് സംസ്ഥാനമാണ് സഹകരണ മേഖലയിൽ പുതിയ വായ്പാ നയം നടപ്പിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാ? കേരളമാണ്. സഹകരണ മേഖലയിൽ ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഏത്? നമ്മുടെ കേരളം എന്ന് പറയുന്ന കാര്യം ഓർത്തുവെക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായിട്ടുള്ള പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ഏത് സംസ്ഥാനമാണ് സഹകരണ മേഖലയിൽ പുതിയ വായ്പാ നയം നടപ്പിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാ? നമ്മുടെ കേരളമാണ്. ഇനി റെയിൽവേ മ്യൂസിയം ആകാൻ പോകുന്ന കൊല്ലത്തെ കൊട്ടാരമാണ് ഏത്? ചീനക്കൊട്ടാരം. ചീനക്കൊട്ടാരം എവിടെയാ? കൊല്ലം ജില്ലയിൽ അല്ലെ? ചീനക്കൊട്ടാരം എവിടെയാ? കൊല്ലം ജില്ലയിലാണ്. അത് ഇനി മുതൽ റെയിൽവേ മ്യൂസിയം ആക്കാൻ പോകുകയാണ്. ഇനി മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ
തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം ചോദിച്ചാൽ ഏതാ? വിഴിഞ്ഞം തുറമുഖമാണ്. ഇനി 2025 ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ മാസം ചോദിക്കാം, ഏതാ? ഫെബ്രുവരി മാസം കേട്ടോ. 2025 ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ മാസം ചോദിച്ചാൽ ഏതാ? അത് ഫെബ്രുവരി മാസമാണ്. ഇനി 1901 അന്തരീക്ഷ താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും ചൂടേറിയ വർഷം കഴിഞ്ഞുപോയി, ഏതാ? 2024 ആയിരുന്നു. 1901 അന്തരീക്ഷ താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ആ വർഷം മുതൽ ഏറ്റവും കൂടുതൽ ചൂടേറിയ വർഷം കഴിഞ്ഞുപോയി, ഏതാ? അത് 2024 ആണ്. ഇനി ജനുവരി 4 നമുക്കറിയാം വേൾഡ് ബ്രെയിലി ഡേ അല്ലെ, വേൾഡ് ബ്രെയിലി ഡേ ആണ്. ഇനി US തട്ടിക്കൊണ്ടുപോയ വെനിസ്വേലിയൻ പ്രസിഡന്റ് ആരാ? നിക്കോളാസ് മഡൂറോ അല്ലെ, നിക്കോളാസ് മഡൂറോയാണ്. US തട്ടിക്കൊണ്ടുപോയ വെനിസ്വേലിയയുടെ പ്രസിഡന്റ് ആണ് ആര്? നിക്കോളാസ് മഡൂറോ എന്ന് പറയുന്നത്. നീതിന്യായ സംവിധാനത്തിലേക്ക് നുഴഞ്ഞുകയറി തെളിവായ തൊണ്ടി മുതൽ അട്ടിമറിച്ച് കുറ്റവാളിക്ക് അനുകൂലമായ വിധിക്ക് സാഹചര്യമൊരുക്കിയ കുറ്റത്തിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷ ലഭിച്ച കേരളത്തിന്റെ മുൻ ഗതാഗത മന്ത്രി, അല്ലെങ്കിൽ ഈ ഒരു ടേമിൽ ഉണ്ടായിരുന്ന ഒരു ഗതാഗത മന്ത്രിയായിരുന്നു ആര്? ആന്റണി രാജു എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ചോദിച്ചാലോ, നീതിന്യായ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറി തെളിവായ തൊണ്ടി മുതൽ അട്ടിമറിച്ച് കുറ്റവാളിക്ക് അനുകൂലമായ വിധിക്ക് സാഹചര്യമൊരുക്കിയ കുറ്റത്തിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷ ലഭിച്ച മുൻ മന്ത്രി ചോദിച്ചാൽ ആരാ? ആന്റണി രാജു ആണ്. ഇദ്ദേഹം ഗതാഗത മന്ത്രിയായിരുന്നു. ഇനി കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേളയുടെ വേദിയാണ് ചാലിശ്ശേരി പാലക്കാട്. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേളയുടെ വേദി ചോദിച്ചാൽ ഏതാ? ചാലിശ്ശേരിയാണ്. എവിടെയാ? പാലക്കാട്. ഇനി വിവാഹിതരായ സ്ത്രീയുടെ ഗർഭചിത്രത്തിന് ഭർത്താവിന്റെ സമ്മതം നിർബന്ധമല്ലെന്നും സ്ത്രീയുടെ സ്വന്തം തയ്യാറെടുപ്പും സമ്മതവുമാണ് നിർണായകമെന്നും പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാ? പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. വിവാഹിതരായിട്ടുള്ള സ്ത്രീകളുടെ ഗർഭചിത്രത്തിന് ആരുടെ സമ്മതം ആവശ്യമില്ല? ഭർത്താവിന്റെ സമ്മതം എന്തില്ല? ആവശ്യമില്ല. സ്ത്രീയുടെ സ്വന്തം തയ്യാറെടുപ്പും സമ്മതവുമാണ് നിർണായകം എന്ന് പ്രസ്താവിച്ച ഹൈക്കോടതി ചോദിച്ചാൽ ഏതാ? പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ്. ഇനി ആണവ റിയാക്ടറുകളിൽ യുറേനിയത്തിന് പകരം തോറിയം ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കമ്പനിയായ ക്ലീൻ കോർ തോറിയം എനർജിയുമായിട്ട് ധാരണയിലെത്തിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ആണവ റിയാക്ടറുകളിൽ യുറേനിയത്തിന് പകരമായിക്കൊണ്ട് ഉപയോഗിക്കുക? തോറിയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, യുറേനിയത്തിന് പകരം തോറിയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കമ്പനിയായ ക്ലീൻ കോർ തോറിയം എനർജി, ഓർത്തു വെക്കുക, ക്ലീൻ കോർ തോറിയം എനർജിയുമായിട്ട് ധാരണയിലെത്തിയ ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ഡ്രൈവർമാരിലെ ഉറക്കക്ഷീണം മുൻകൂട്ടി കണ്ടെത്തുന്നത് വഴി അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സംവിധാനം കൃത്രിമ ബുദ്ധിയോട്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടെ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല അല്ലെങ്കിൽ മഹാത്മാഗാന്ധി സർവകലാശാല. ഡ്രൈവർമാരിലെ ഉറക്കക്ഷീണം മുൻകൂട്ടി കണ്ടെത്തുന്നത് വഴി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സംവിധാനം AI സഹായത്തോടെ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാല ചോദിച്ചാൽ ഏതാ? മഹാത്മാഗാന്ധി സർവകലാശാലയാണ്, അല്ലെങ്കിൽ MG സർവകലാശാലയാണ്. ഡ്രൗസിനെസ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന പേരുള്ള കണ്ടുപിടുത്തത്തിനാണ് പേറ്റന്റ് ലഭിച്ചത്. ഡ്രൗസിനെസ് ഡിറ്റക്ഷൻ സിസ്റ്റം താഴെ തന്നിരിക്കുന്നതിൽ ഏത് സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കാം. ഏതാ? MG സർവകലാശാല. ഡ്രൗസിനെസ് ഡിറ്റക്ഷൻ സിസ്റ്റം. എന്താ അത്? ഡ്രൈവർമാരിലെ ഉറക്കം മുൻകൂട്ടി കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക? റോഡ് അപകടങ്ങൾ കുറക്കുക എന്ന ലക്ഷ്യവുമായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? ഡ്രൗസിനെസ് ഡിറ്റക്ഷൻ സിസ്റ്റം. ഇതിന് പേറ്റന്റ് ലഭിച്ചു. ഏത് സർവകലാശാലക്ക്? MG സർവകലാശാലക്ക്. ഇനി പെരുമ്പടവം ശ്രീധരൻ അധ്യക്ഷനായ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരത്തിന്
അർഹയായത് ആരാ? അരുന്ധതി റോയ് ആണ്. പെരുമ്പടവം ശ്രീധരൻ അധ്യക്ഷനായ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹയായത് ചോദിച്ചാൽ ആരാ? അത് അരുന്ധതി റോയ് ആണ്. 50,000 രൂപയും BD ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2026 ജനുവരിയിൽ വർണ്ണച്ചിറകുകൾ ചിൽഡ്രൻസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? തിരുവനന്തപുരത്താണ്. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. 2026 ജനുവരിയിൽ വർണ്ണച്ചിറകുകൾ ചിൽഡ്രൻസ് ഫെസ്റ്റ് ഏത് പേരില? വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ ചിൽഡ്രൻസ് ഫെസ്റ്റ് നടന്നത് എവിടെയാ? തിരുവനന്തപുരത്താണ്. ഇനി വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ പൊതു അവബോധം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് എല്ലാ സർക്കാർ സ്കൂളുകളിലും പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാന്. വായനാശീലം പ്രോത്സാഹിപ്പിക്കാനും വിദ്യാർത്ഥികളിൽ പൊതു അവബോധം വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്കൂളിലും എന്ത് ചെയ്യുക? പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? രാജസ്ഥാനാണ്. ഇതൊക്കെ കാണുമ്പോൾ കേരളം കുത്തിപ്പോണ്ട. ഏതാ? രാജസ്ഥാനാണ്. ഇനി 2026 ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട രാജ്യമാണ് മെക്സിക്കോ. 2026 ജനുവരിയിൽ 6.5 തീവ്രതയിൽ 6.5 തീവ്രതയിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട രാജ്യം ചോദിച്ചാൽ ഏതാ? മെക്സിക്കോയാണ്. ഇനി വെനിസ്വേലയുടെ ഇടക്കാല ചുമതല ഏറ്റെടുത്ത വൈസ് പ്രസിഡന്റ് ആണ് ഡെൽസി റോഡ്രിഗസ്. സിക്കിം ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേറ്റ കേരള ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയാണ് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്. സിക്കിം ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ആരാ? ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് ആണ്. ഇനി കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മീഷൻ ചോദിച്ചാൽ ഏതാ? ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ആണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മീഷൻ ചോദിച്ചാൽ ഏതാ? ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ആണ്. ഇനി ഭിന്നശേഷി സമൂഹത്തിന്റെ ശാക്തീകരണവും സാമൂഹിക ഉൾച്ചേർക്കലും മുഖ്യ ലക്ഷ്യമാക്കിക്കൊണ്ട് 2026 ജനുവരി 19 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഭിന്നശേഷി സർഗോത്സവമാണ് കാർണിവൽ ഓഫ് ദി ഡിഫറൻറ്റ് എന്ന് പറയും. കാർണിവൽ ഓഫ് ദി ഡിഫറൻറ്റ്. ഭിന്നശേഷി സമൂഹത്തിന്റെ ശാക്തീകരണവും സാമൂഹിക ഉൾച്ചേർക്കലും മുഖ്യ ലക്ഷ്യമാക്കിക്കൊണ്ട് 2026 ജനുവരി 19 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഭിന്നശേഷി സർഗോത്സവത്തിന്റെ പേരാണ് ഏത്? കാർണിവൽ ഓഫ് ദി ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. ഇനി തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ്. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരാണ് എന്ത്? സമുദ്രപ്രതാപ്. ഇനി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച പാക് വംശജനായ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ഉസ്മാൻ ഖ്വാജ. തന്നിരിക്കുന്നതിൽ ഉസ്മാൻ ഖ്വാജ ഏത് ക്രിക്കറ്റ് ടീമുമായിട്ട്, ഏത് രാജ്യത്തെ ക്രിക്കറ്റ് താരമാണ് ഉസ്മാൻ ഖ്വാജ എന്നൊക്കെ ചോദിക്കാം. ഏതാ? ഓസ്ട്രേലിയ. ഇനി ഓസ്ട്രേലിയൻ ഓപ്പണിൽ കളിക്കാനിറങ്ങുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കുന്ന അമേരിക്കൻ വനിതാ താരമാണ് വീനസ് വില്യംസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ ഏറ്റവും പ്രായം കൂടിയ വനിതാ താരം കളിക്കുന്ന പ്രായം കൂടിയ വനിതാ താരം ആരെന്ന് ചോദിച്ചാൽ ആരാ? വീനസ് വില്യംസ് ഫ്രം എവിടെയാ? അമേരിക്കയാണ്. ഇനി സംസ്ഥാന സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടിയുടെ പേരാണ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം സംസ്ഥാന സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടിയുടെ പേരാണിത്, സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം. ഇനി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് നൽകി വരുന്ന ബ്രീഡ് കൺസർവേഷൻ അവാർഡ് നേടിയ മലയാളിയാണ് അജയ് കുമാർ. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റിസർച്ച് ഐക്കർ എന്ന് പറയും. ഐക്കർ നൽകി വരുന്ന ബ്രീഡ് കൺസർവേഷൻ അവാർഡ് നേടിയ മലയാളി ചോദിച്ചാൽ ആരാ? അജയ് കുമാർ ആട്ടോ. അജയ് കുമാറാണ്. ഇനി ജനുവരി 6 നമുക്കറിയാം വേൾഡ് ഡേ ഓഫ് വാർ ഓർഫൻസ്, യുദ്ധത്തിൽ അനാഥരായവരുടെ ദിനം ചോദിച്ചാൽ ഏതാ? ജനുവരി 6 ആട്ടോ. ജനുവരി 6 യുദ്ധത്തിൽ അനാഥരായവരുടെ ദിനം ചോദിച്ചാൽ ഏതാ?
ജനുവരി 6 ഇനി തിരുവിതാംകൂർ ചരിത്രം വിശദമായിട്ട് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ പദ്ധതിയായിട്ടുള്ള ഡിജിറ്റൽ മ്യൂസിയം വരുന്നത് എവിടെയാ? കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. തിരുവിതാംകൂറിന്റെ ചരിത്രം വിശദമായിട്ട് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ പദ്ധതിയായിട്ടുള്ള ഡിജിറ്റൽ മ്യൂസിയം വരുന്നത് എവിടെയാ? കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. ഇനി വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷൻ ഉറപ്പ് നൽകുന്ന പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഏതാ? തമിഴ്നാട്. അതായത് ഏറ്റവും വിരമിക്കുന്ന സമയത്ത് നമുക്കൊരു ബേസിക് പേ ഉണ്ടാവും. ആ ബേസിക് പേയുടെ ഏറ്റവും നേർപകുതി പെൻഷൻ ആയിട്ട് നൽകുന്ന പദ്ധതി അതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിലും അഷ്യൂർഡ് പെൻഷൻ എന്ന പദ്ധതിയായിട്ട് പ്രഖ്യാപിക്കാനൊക്കെ വരാൻ പോകുന്നത്. അപ്പൊ ആദ്യം നടപ്പിലാക്കിയത് എവിടെയാ? തമിഴ്നാടാണെന്ന കാര്യം ഓർത്ത് വെക്കുക. ഇനി രാജ്യത്തെ ആദ്യത്തെ ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് സെന്റർ വരുന്നത് എവിടെയാ? അഞ്ചരക്കണ്ടി, കണ്ണൂർ. അഞ്ചരക്കണ്ടി, കണ്ണൂർ. രാജ്യത്തെ ആദ്യത്തെ ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് സെന്റർ വരുന്നത് എവിടെയാ? അഞ്ചരക്കണ്ടി. എവിടെയാ? കണ്ണൂരാണ്. ISROയുടെ ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമായിട്ടുള്ള SSLVക്ക് ഇനി കരുത്തു കൂടും. കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ 3ാം ഘട്ടത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ പുതിയ മോട്ടോർ വിജയകരമായിട്ട് പരീക്ഷിച്ചു. 90 കിലോഗ്രാം വരെ അധിക ഭാരം വഹിക്കാൻ റോക്കറ്റിന് ശേഷി നൽകുന്നതാണ് പുതിയ പരീക്ഷണം. ഓർത്തുവെക്കാൻ വേണ്ടിയിട്ട് കൂട്ടിച്ചേർത്തതാണ്. ഈ സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ പെട്രോ കെമിക്കൽ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് രംഗത്തെ നിക്ഷേപ സാധ്യതകൾ വ്യക്തമാക്കുന്ന കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ കൊച്ചിയിലാട്ടോ. എവിടെയാ? കൊച്ചിയിലാണ്. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ പെട്രോ കെമിക്കൽ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് രംഗത്തെ നിക്ഷേപ സാധ്യതകൾ വ്യക്തമാക്കുന്ന കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് എവിടെയാ? കൊച്ചിയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ ആണ് നമോ ഗ്രീൻ ട്രെയിൻ. ഏതാ? നമോ ഗ്രീൻ ട്രെയിന്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ ആണ് ഏത്? നമോ ഗ്രീൻ ട്രെയിൻ എന്ന് പറയുന്നത് 2026 ജനുവരി 26 പരീക്ഷണ ഓട്ടം നടത്തും. 2026 ജനുവരി 26 പരീക്ഷണ ഓട്ടം. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ അനുമതി ലഭിച്ചാൽ നോർത്തേൺ റെയിൽവേയിലെ ജിന്ദ് സോനിപത്ത്, ജിന്ദ് വേറെ സോനിപത്ത് വേറെ, ഇത് രണ്ടും റെയിൽവേ സ്റ്റേഷനുകളാണ്. ജിന്ദ് സോനിപത്ത് സ്റ്റേഷനുകൾക്കിടയിൽ 90 കിലോമീറ്റർ ദൂരത്തിൽ രാജ്യത്ത് ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കും. ലോകത്ത് 5 രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഉള്ളത്. ബ്രോഡ് ഗേജിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ട്രെയിനാണ് ഇന്ത്യയിലേത്. 10 കോച്ചുകളിലായിട്ട് 2500 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? യാത്ര ചെയ്യാൻ പറ്റും. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് കോച്ചുകളിലെ നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂൽ ട്രെയിൻ ആണ് ഇതെന്ന് പറയുന്നത് നമോ ഗ്രീൻ ട്രെയിൻ എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ 5 രാജ്യങ്ങളിലാണ് നിലവിൽ എന്തുള്ളത്? ഹൈഡ്രജൻ ട്രെയിൻ ഉള്ളത്. ഇന്ത്യക്കും വരാൻ പോവുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ട്രെയിനാണ്. ഇന്ത്യയിൽ 10 കോച്ചുകളിലായിട്ട് 2500 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. മണിക്കൂറിൽ പരമാവധി 150 കിലോമീറ്റർ വരെ ട്രെയിനിന് വേഗം കൈവരിക്കാൻ കഴിയും. ഓർത്തു വെക്കുക. പിന്നെ നമോ ട്രെയിനിന്റെ പരമാവധി വേഗത അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂലോട് ഓടുന്ന ട്രെയിനിന്റെ പരമാവധി വേഗത ചോദിച്ചാൽ എത്രയാ? 150 കിലോമീറ്റർ ആണ്. ഇനി കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാനും ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുമായിട്ട് ശുചിത്വ മിഷൻ സ്പോൺസർ ചെയ്ത ആകാശവാണി ആരംഭിക്കുന്ന പ്രതിവാര റേഡിയോ പരിപാടിയാണ് മാലിന്യമുക്ത നവകേരളം. മാലിന്യമുക്ത നവകേരളം. കേരളത്തിനെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാനും ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുമായിട്ട് ശുചിത്വ മിഷൻ സ്പോൺസർ ചെയ്ത ആകാശവാണി ആരംഭിക്കുന്ന പ്രതിവാര റേഡിയോ പരിപാടിയാണ് ഇത് മാലിന്യമുക്തം നവകേരളം. 2026 ജനുവരി 5 കമ്മീഷൻ ചെയ്ത് കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന വസ്തുക്കൾ നീക്കം ചെയ്യാനും തീയണക്കലടക്കം രക്ഷാദൗത്യങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തീരദേശ സേനക്കായിട്ട് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച കപ്പലാണ് ICGS സമുദ്രപ്രതാപ്. ICGS സമുദ്രപ്രതാപ് 2026 ജനുവരി 5 കമ്മീഷൻ ചെയ്ത കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന വസ്തുക്കൾ നീക്കം ചെയ്യാനും അതുപോലെ കപ്പലുകൾക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ തീ അണക്കാനും വേണ്ടിയിട്ട് ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കുന്ന
തീരദേശ സേനക്കായിട്ട് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച കപ്പലാണ് ഏതെന്ന് പറയുന്നത് ICGS സമുദ്രപ്രതാപ് എന്ന് പറയുന്നത്. നിലവിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ചോദിക്കാം ആരാ? രാജ്നാഥ് സിംഗ് കേട്ടോ. രാജ്നാഥ് സിംഗ് ആണ് കമ്മീഷൻ ചെയ്തതെന്ന കാര്യം കൂടി ഓർത്തു നോക്കുക. ബഹിരാകാശ പൊടിപടലം ഭൂമിയെയും ബാധിക്കുന്നു എന്ന നിർണായക കണ്ടെത്തലുകൾ കണ്ടെത്തിയ ബഹിരാകാശ സംഘടനയാണ് ISRO. ബഹിരാകാശ പൊടിപടലം ഭൂമിയെയും ബാധിക്കുന്നുണ്ട് എന്ന നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയ ബഹിരാകാശ സംഘടന ചോദിച്ചാൽ ഏതാ? ISRO ആണ്. 2026 ജനുവരിയിൽ അന്തരിച്ച ഹംഗേറിയൻ ഇതിഹാസ സംവിധായകനാണ് ബോലാഥാർ. ബോലാഥാർ. 2025 ജനുവരിയിൽ അന്തരിച്ച ഹംഗേറിയയുടെ ഇതിഹാസ സംവിധായകനാണ് ആര്? ബോലാഥാർ. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വ്യക്തിയാണ് സുരേഷ് കൽമാഡി. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വ്യക്തിയാണ് സുരേഷ് കൽമാഡി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ മുൻ പ്രസിഡന്റും മുൻനിര കായിക സംഘാടകനുമായിരുന്നു. മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന വ്യക്തി കൂടിയായിരുന്നു ആര്? സുരേഷ് കൽമാഡി എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആയിട്ട് നിയമിതനായ മലയാള സിനിമാ നടനാണ് മോഹൻലാല്. KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആകുന്ന മലയാളി നടനാണ് ആര്? മോഹൻലാല്. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രിയും പ്രമുഖ മുസ്ലിം ലീഗ് നേതാവുമായ വ്യക്തിയാണ് VK ഇബ്രാഹിം കുഞ്ച്. 2005-2006 സംസ്ഥാന വ്യവസായ മന്ത്രിയും 2011-16 പൊതുമരാമത്ത് മന്ത്രിയുമായിരുന്നു ആര്? VK ഇബ്രാഹിം കുഞ്ച്. ഇനി സൗന്ദര്യ മത്സരങ്ങളിൽ ഏറ്റവും അധികം കിരീടം നേടിയ രാജ്യമാണ് വെനിസ്വേല. സൗന്ദര്യ മത്സരങ്ങളിൽ ഏറ്റവും അധികം കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ ഏതാ? വെനിസ്വേലയാണ്. ബിഗ് 4 എന്ന പേരിൽ അറിയപ്പെടുന്ന സൗന്ദര്യ മത്സരങ്ങളാണ് മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ്, മിസ് ഇന്റർനാഷണൽ, മിസ് എർത്ത്. ബിഗ് 4 എന്ന പേരിൽ അറിയപ്പെടുന്ന സൗന്ദര്യ മത്സരങ്ങളാണ് ഏതൊക്കെ? മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ്, മിസ് ഇന്റർനാഷണൽ, മിസ് എർത്ത്. ബിഗ് 4 ഏറ്റവും അധികം കിരീടം നേടിയിട്ടുള്ള രാജ്യമാണ് ഏത്? വെനിസ്വേല. ഇനി 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾക്കായിട്ട് രൂപീകരിച്ച പ്രത്യേക നിർവഹണ ഏജൻസിയെ അധ്യക്ഷയായിട്ട് ചുമതലയേറ്റ മലയാളിയാണ് PT ഉഷ എന്ന് പറയുന്നത്. 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെയാ? നമ്മുടെ ഇന്ത്യയിലാണ്. അതിന്റെ ഒരുക്കങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രത്യേക നിർവഹണ ഏജൻസി രൂപീകരിച്ചു. അതിന്റെ അധ്യക്ഷനായിട്ട് ചുമതല വഹിക്കുന്നത് ആരാന്ന് ചോദിക്കാം. ആരാ? PT ഉഷയാണ്. ഇനി സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത നാഗസ്വര വിദ്വാനാണ് തിരുവിഴ ജയശങ്കർ. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത നാഗസ്വര വിദ്വാനാണ് ആര്? തിരുവിഴ ജയശങ്കർ. പുരസ്കാര തുക ഹരിവരാസനം പുരസ്കാരത്തിന്റെ തുക ചോദിക്കാം. എത്ര? 1 ലക്ഷം രൂപയാണ്. ഇതെവിടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്? ശബരിമലയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സംസ്ഥാനത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാ? നിലവിലെ മന്ത്രി VN വാസവനാണ്. ഇനി സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് NS മാധവന്. സംസ്ഥാന സർക്കാരിന്റെ നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാ? NS മാധവനാണ്. ഇനി അമേരിക്ക പിടിച്ചെടുത്ത റഷ്യയുടെ പതാക വഹിക്കുന്ന കൂറ്റൻ എണ്ണക്കപ്പലാണ് ബെല്ല 1 എന്ന് പറയുന്നത്. ഏതാ? ബെല്ല 1. ഇതൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. അമേരിക്ക പിടിച്ചെടുത്ത റഷ്യയുടെ പതാക വഹിക്കുന്ന കൂറ്റൻ എണ്ണക്കപ്പലാണ് ഏതെന്ന് ചോദിക്കാം. ഏതാ? ബെല്ല 1 ആണ്. അമേരിക്ക സൈനിക നീക്കത്തിലൂടെ പ്രസിഡന്റിനെ തടങ്കലിലാക്കിയ വെനിസ്വേലയിൽ നിന്ന് എണ്ണ കടത്താൻ ഉപയോഗിക്കുന്ന ടാങ്കർ എന്ന മുദ്ര കുത്തിയിട്ടാണ് അമേരിക്ക എന്ത് ചെയ്തത്? കപ്പല് പിടിച്ചെടുത്തത്. റഷ്യ ബെല്ലയുടെ രജിസ്ട്രേഷൻ റഷ്യയിലേക്ക് മാറ്റി മാരിനേര എന്ന പേര് മാറ്റി. അതുവരെ ഗയാന രജിസ്ട്രേഷൻ ആയിരുന്നു. അന്ന് ഓർത്തു നോക്കണ്ട. 2026 ജനുവരിയിൽ ആധികാരികത, അഭിവൃദ്ധി, കൂട്ടായ്മ എന്നീ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഫോർച്യൂൺ വേവ് എന്ന പേരിൽ പുതിയ ബ്രാൻഡ് ലോഗോ നയത്തിന് രൂപം നൽകിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് കേട്ടോ. ഏതാ? ഫെഡറൽ ബാങ്ക്. അപ്പോൾ ഫോർച്യൂണ വേവ് എന്ന പേരിൽ പുതിയ ബ്രാൻഡ് അല്ലെങ്കിൽ ലോഗോ നയത്തിന് രൂപം നൽകിയ ബാങ്ക് ചോദിച്ചാൽ ഏതാ? ഫെഡറൽ ബാങ്ക് ആണ്. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാ? വിദ്യാബാലൻ കേട്ടോ. വിദ്യാബാലനാണ്. ഇനി US ലോസ് ഏഞ്ചൽസിലെ പ്രശസ്തമായ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിന്റെ വെയർ ദ ഫോറസ്റ്റ് മീറ്റ് ദ സീ എന്ന ചലച്ചിത്ര പരമ്പരയിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ ചിത്രമാണ് മമ്മൂട്ടി അഭിനയിച്ച ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമ എന്ത് ചെയ്യുന്നത്? ഓസ്കാർ മ്യൂസിയത്തിൽ
പ്രദർശനത്തിന് എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ US ലോസ് ഏഞ്ചൽസിലെ പ്രശസ്തമായ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിന്റെ വെയർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ എന്ന ചലച്ചിത്ര പരമ്പരയിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ ചിത്രമാണ് ഇത് ഭ്രമയുഗം. ഭ്രമയുഗത്തിന്റെ പ്രത്യേകത എന്താ? ഭ്രമയുഗത്തിന്റെ അഭിനയിച്ചതാരാ? മമ്മൂട്ടിയാണ്. മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓസ്കാർ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് എത്തുന്നത്. ഇനി അവതാർ ഗ്രൂപ്പ് പുറത്തിറക്കിയ സർവേ റിപ്പോർട്ട് പ്രകാരം വനിതാ സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ നഗരമാണ് ബംഗളൂരു. കേരളത്തിൽ നിന്ന് 9ാം സ്ഥാനം ഉൾപ്പെട്ടു ഏതാ? തിരുവനന്തപുരം. അവതാർ ഗ്രൂപ്പ് പുറത്തിറക്കിയ സർവേ റിപ്പോർട്ട് പ്രകാരം വനിതാ സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ നഗരം ചോദിച്ചാൽ ഏതാ? ബംഗളൂരു ആണ്. കേരളത്തിൽ നിന്ന് മുൻനിരയിലുള്ളത് തിരുവനന്തപുരമാണ്. എത്രാമതാ? 9ാമത്. ഇനി നഗരപ്രദേശങ്ങളിലെ 65 വയസ്സിന് മുകളിലുള്ളവർക്കായിട്ട് സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. നമുക്കറിയാം, അൽഷിമേഴ്സ് മെമ്മറി സ്ക്രീനിങ് നടത്തുന്നതിനായിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. ഓർമ്മത്തോണി. രാജ്യത്തെ ആദ്യത്തെ എയർബസ് A321 XLR മോഡൽ വിമാനം സ്വന്തമാക്കിയ കമ്പനിയാണ് ഇൻഡിഗോ. ഇൻഡിഗോ. രാജ്യത്തെ ആദ്യത്തെ എയർബസ് A321 XLR മോഡൽ വിമാനം സ്വന്തമാക്കിയ കമ്പനി ചോദിച്ചാൽ ഏതാ? ഇൻഡിഗോ കമ്പനിയാണ്. ഇനി ജനുവരി 9 നമുക്കറിയാം എന്താ? പ്രവാസി ദിനമായിട്ട് ആചരിക്കില്ലേ? പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏത്? ജനുവരി 9 എന്ന് പറയുന്നത്. ഇനി ആധാറിന് പുതിയ ചിഹ്നം വന്നു അല്ലെ? ഭാഗ്യചിഹ്നം വന്നു. പേരെന്താ? ഉദയ് എന്ന കേട്ടോ. ആധാറിന്റെ പുതിയ ചിഹ്നം ചോദിച്ചാൽ എന്താ? ഉദയ് ആണ്. UIDAI എന്ന വാക്കുമായി ചേർന്ന് വരുന്ന ഉദയ് എന്നാണ് ഭാഗ്യചിഹ്നത്തിന് പേരിട്ടത് പൂനെ സ്വദേശിയായ റിയ ജെയിൻ ആണ്. ഇതാണ് ഇവിടെ ഓർത്തു വെക്കേണ്ടത്. ആധാറിന്റെ പുതിയ ഭാഗ്യചിഹ്നത്തിന്റെ പേര് ഉദയ് എന്നാണ്. ആ ഉദയ് എന്ന പേരിട്ടത് ചോദിച്ചാൽ ആരാ? പൂനെ സ്വദേശിയായിട്ടുള്ള റിയ ജെയിൻ റിയ ജെയിൻ ആണ്. ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്തത് മലയാളിയായിട്ടുള്ള വ്യക്തിയാണ് അരുൺ ഗോകുൽ. അരുൺ ഗോകുല്. ഉദയ് എന്ന പേര് നിർദ്ദേശിച്ചത് ചോദിച്ചാൽ ആരാ? റിയ ജെയിൻ ആണ്. എന്നാൽ ഭാഗ്യചിഹ്നം, ആധാറിന്റെ പുതിയ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ മലയാളിയായിട്ടുള്ള അരുൺ ഗോകുലാണ്. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലക്ഷദ്വീപിന്റെ ഭാഗമായിട്ടുള്ള കവരത്തി ലഗൂണിൽ നിന്ന് കണ്ടെത്തിയ സൂക്ഷ്മജീവി ഏതാണ്? ക്രസ്റ്റീഷ്യ വിഭാഗത്തിൽപ്പെട്ട ഹെർപാക്റ്റിക്കോയിഡ് കോപ്പിപോഡ് എന്ന സൂക്ഷ്മജീവിയാണ് കണ്ടെത്തിയത്. പിന്നെ ഇതിന് നൽകിയിരിക്കുന്ന പേരാണ് ഇന്ത്യ ഫോണ്ട് ബിജോയ് എന്ന് കേട്ടോ. ഇന്ത്യ ഫോണ്ട് ബിജോയ് എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേരെന്ന് പറയുന്നത്. ഏത് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവിയാണെന്ന് ചോദിച്ചാൽ ഏതാ? ഹെർപാക്റ്റിക്കോയിഡ് കോപ്പിപോഡ് എന്ന സൂക്ഷ്മജീവിയാണ് എന്ത് ചെയ്ത് കണ്ടെത്തിയത്? ക്രിസ്റ്റേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഹെർപാക്റ്റിക്കോയിഡ് കോപ്പിപോഡ് എന്ന സൂക്ഷ്മജീവിയാണ് കണ്ടെത്തിയത്. ഇത് നൽകിയിരിക്കുന്ന പേര് ചോദിച്ചാൽ ഏതാ? ഇന്ത്യ ഫോണ്ട് ബിജോയ് എന്നാണ്. ഇതിൽ ഇന്ത്യ ഫോണ്ട് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഇന്ത്യ ഫോണ്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. കൊച്ചി സർവകലാശാല ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് കുസാറ്റിലെ സമുദ്ര ജീവശാസ്ത്ര വിഭാഗത്തിലെ അക്കാഡമിക് ഡീന് പ്രൊഫസർ എസ് ബിജോയ് നന്ദനുള്ള ആദരമാണ് ബിജോയ് എന്ന പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ ഫോണ്ട് ബിജോയ്. ഇന്ത്യ ഫോണ്ട് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തോടുള്ള ആദര സൂചകമായിട്ടും ബിജോയ് എന്ന് ചോദിച്ചാൽ ഏതാ? കൊച്ചി സർവകലാശാലയിലെ അക്കാഡമിക് ഡീൻ പ്രൊഫസറായിരുന്ന എസ് ബിജോയ് നന്ദനുള്ള ആദര സൂചകമായിട്ടാണ് ബിജോയ് എന്നും പേര് നൽകിയിട്ടുള്ളത്. 2026 ജനുവരിയിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലെ 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറിയ രാജ്യമാണ് അമേരിക്ക. 2026 ജനുവരിയിൽ UN 31 ഏജൻസികളിൽ നിന്നുൾപ്പെടെ ലോകത്തിലെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറിയ രാജ്യമാണ് ഇത്? അമേരിക്ക. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗില്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോളുക. 2026 ജനുവരിയിൽ. ഇനി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ട് ഒരു ജില്ലയുടെ സാന്നിധ്യം ഏറ്റെടുക്കുന്ന വനിതാ സെക്രട്ടറിയാണ് M. റുബീന ഫ്രം മലപ്പുറം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ജില്ലയുടെ സാരഥ്യം ഏറ്റെടുക്കുന്ന വനിതാ സെക്രട്ടറി ആരാ? M. റുബീനയാണ്. മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. 46 വർഷത്തെ പാരമ്പര്യമുള്ള സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഒരു ജില്ലക്ക് സെക്രട്ടറി ആയിട്ട് വനിത വരുന്നത്.
ഇനി സംസ്ഥാനത്തെ ഏത് വന്യജീവി സങ്കേതത്തെയാണ് ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്? ഏതാ? കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതത്തെയാണ്. സംസ്ഥാനത്തെ ഏത് വന്യജീവി സങ്കേതത്തെയാണ് ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഏതാ? ആറളം വന്യജീവി സങ്കേതമാണ്. ഇനി ആറളം വന്യജീവി സങ്കേതം ചിത്രശലഭ സങ്കേതം എന്നാട്ടോ. ആറളം ചിത്രശലഭ സങ്കേതം എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ വ്യവസായ പാർക്കല്ല, അതായത് വനിതാ വ്യവസായ പാർക്കാണ്, വുമൺ ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാ? ലക്കിടിയിലാട്ടോ. പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ്. ലക്കിടി മുളഞ്ഞൂരിൽ ആരംഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്കായ ഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ ശിലാഫലകം മന്ത്രി പി രാജീവ് അനാച്ഛാദനം ചെയ്തു. ഇനി 2026 ജനുവരിയിൽ വിരമിക്കുന്ന കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജാംദർ. അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയായിരുന്നു. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ജസ്റ്റിസ് സൗമ്യൻ ആണ്. സൗമ്യൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമ്യൻ സെൻ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ജസ്റ്റിസ് സൗമ്യൻ സെൻ ആണ്. ഇനി 2026 ISRO വിക്ഷേപിക്കുന്ന ആദ്യത്തെ ഉപഗ്രഹമാണ് അന്വേഷ എന്ന് പറയുന്നത്. 2026 ISRO വിക്ഷേപിക്കുന്ന ആദ്യത്തെ ഉപഗ്രഹം ചോദിച്ചാൽ ഏതാ? അന്വേഷയാണ്. 2026 ജനുവരി 12 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം. വിക്ഷേപണ വാഹനം PSLVയുടെ 62ാമത്തെ ദൗത്യം കൂടിയാണ് ഇത് അന്വേഷ എന്ന് പറയുന്നത്. ഇനി 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകളാണ് KV ബിന്ദുവും അതുപോലെ എലിസബത്ത് ജോർജും. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ട അതിഥികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകൾ ആരൊക്കെയാ? KV ബിന്ദു അതുപോലെ എലിസബത്ത് ജോർജുമാണ്. ഇനി ഓപ്പൺ AI അവതരിപ്പിക്കുന്ന ആദ്യത്തെ AI പവർ ഉപകരണമാണ് ഗം ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഗം ഡ്രോപ്പ്. ഓപ്പൺ AI അവതരിപ്പിക്കുന്ന ആദ്യത്തെ AI പവർ ഉപകരണമാണ് ഇത് ഗം ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇനി മിസ്സിസ് ഇന്ത്യ മത്സരത്തിൽ റണ്ണറപ്പ് കിരീടം നേടിയ മലയാളിയാണ് ശിഖ സന്തോഷ്. മിസ്സിസ് ഇന്ത്യ മത്സരത്തിൽ റണ്ണറപ്പ് കിരീടം നേടിയ മലയാളി ചോദിച്ചാൽ ശിഖ സന്തോഷ് ആണ്. ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ പ്രാദേശിക കേന്ദ്രം സ്ഥാപിതമാകുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. ദേശീയ ഫിഷറീസ് വികസന കോർപ്പറേഷന്റെ പ്രാദേശിക കേന്ദ്രം സ്ഥാപിതമാകുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാ? തിരുവനന്തപുരമാണ്. ഇനി 2026 ജനുവരിയിലെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി ചോദിച്ചാൽ ഏതാ? NVIDIA. 2026 ജനുവരിയിലെ കണക്ക് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള കമ്പനി ചോദിച്ചാൽ ഏതാ? NVIDIA ആണ്. രണ്ടാം സ്ഥാനം ഗൂഗിളിന്റെ മാതൃക കമ്പനി ആയിട്ടുള്ള ആൽഫബെറ്റ് കേട്ടോ. രണ്ടാമത് ആൽഫബെറ്റ്. ഏറ്റവും മൂല്യമാണ്. ഏറ്റവും മൂല്യമുള്ള കമ്പനി ചോദിച്ചാൽ NVIDIA. രണ്ടാമത് ഏതാ? ആൽഫബെറ്റ്. ആൽഫബെറ്റിന്റെ മാതൃ കമ്പനി എന്ന് പറഞ്ഞ ഏതാ? ഗൂഗിൾ ആണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിതനായ മലയാളിയാണ് AK ബാലസുബ്രഹ്മണ്യൻ കേട്ടോ. ആരാ? AK ബാലസുബ്രഹ്മണ്യൻ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിതനായ മലയാളി ചോദിച്ചാൽ AK ബാലസുബ്രഹ്മണ്യൻ ആണ്. ജനുവരി 10 എന്തായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നു. ജനുവരി 10 ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിന്റെ തണലൊരുക്കുന്ന കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഏതാ? സ്നേഹിത. ഏതാ? സ്നേഹിതയാണ്. അതിന്റെ ടോൾ ഫ്രീ നമ്പർ ജസ്റ്റ് ഓർത്ത് വെച്ചോ. ഡിഗ്രി ലെവലിനൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. 2026 ജനുവരിയിൽ US പിടിച്ചെടുത്ത കരീബിയൻ കടലിൽ വെനിസ്വേലയുമായി ബന്ധമുള്ള കപ്പലാണ് ഒലീന എന്ന് പറയുന്നത്. ഒലീന കേട്ടോ. അപ്പോൾ ഒലീന എന്ന് പറയുന്ന കപ്പൽ ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഏതാ? വെനിസ്വേലയാണ്. ഇനി ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് പുരുഷ ഫുട്ബോളിൽ കിരീടം നേടിയ സംസ്ഥാനം ഏതാ? കേരളമാണ്. ഏതാ? കേരളമാണ്. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് പുരുഷ ഫുട്ബോളിൽ കിരീടം നേടിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? നമ്മുടെ കേരളയാണ്. ദാദ്ര നഗർ ഹവേലിയിൽ നടന്ന മത്സരത്തിൽ ഫൈനലില് ഗോവയെയാണ് പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം ജനുവരി 12 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ യുവജന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. നമ്മളെ വിവേകാനന്ദന്റെ ജന്മദിനമാണ്. ഇനി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർമാനായിട്ട് നിയമിതനായത് താരിഖ് റഹ്മാൻ. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായിട്ട് നിയമിതനായത് താരിഖ് റഹ്മാനാണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ടൊരുക്കിയ ഇന്റർനെറ്റ് റേഡിയോ സംവിധാനത്തിന്റെ പേരാണ് റേഡിയോ നെല്ലിക്ക. സംസ്ഥാന
ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയ ഇന്റർനെറ്റ് റേഡിയോ ഏതാ? റേഡിയോ നെല്ലിക്കയാണ്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ വിഭാഗത്തിലുള്ള പുരസ്കാരം നേടിയത് ആരാ? പ്രദീപ് ഓർക്കാട്ടേരി. അദ്ദേഹത്തിന് അർഹമായ കൃതി ചോദിച്ചാൽ പുല്ലരി മധുരം എന്നുള്ളതാണ്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ വിഭാഗത്തിലുള്ള പുരസ്കാരം നേടിയത് ആരാ? പ്രദീപ് ഓർക്കാട്ടേരി. അദ്ദേഹത്തിന് അർഹമാക്കിയ കൃതി ചോദിച്ചാൽ ഏതാ? പുല്ലരി മധുരമാണ്. ഇനി ഭിന്നശേഷിക്കാർക്കായിട്ട് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ വീട് വെച്ച് നൽകുന്ന പദ്ധതിയുടെ പേരാണ് മാജിക് ഹോം എന്ന് പറയുന്നത്. മാജിക് ഹോം ഭിന്നശേഷിക്കാർക്കായിട്ട് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഏതാ? മാജിക് ഹോം ആണ്. ദേശീയ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യൻ റെയിൽവേസ്. ദേശീയ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാരാ? ഇന്ത്യൻ റെയിൽവേസ് ആണ്. ഇനി ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് കേരളമാണ്. വനിതാ പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ഏക മലയാളിയാണ് ടോണി ഇമ്മട്ടി എന്ന് പറയുന്നത്. വനിതാ പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ഏക മലയാളിയാ ചോദിച്ചാൽ ആരാ? ടോണി ഇമ്മട്ടിയാണ്. ഇനി ഉപഗ്രഹങ്ങൾക്ക് ബഹിരാകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഓർബിറ്റ് എയ്ഡ് എയ്റോസ്പേസ്. ഓർബിറ്റ് എയ്ഡ് എയ്റോസ്പേസ് ഉപഗ്രഹങ്ങൾക്ക് ബഹിരാകാശത്ത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം? ഇന്ധനം നിറക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനി ചോദിച്ചാൽ ഏതാ? ഓർബിറ്റ് എയ്ഡ് എയ്റോസ്പേസ് ആണ്. 2026 ജനുവരിയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച 3ാം തലമുറ പോർട്ടബിൾ ടാങ്ക് വേദ മിസൈൽ പരീക്ഷിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 2026 ജനുവരിയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച 3ാം തലമുറ പോർട്ടബിൾ ടാങ്ക് വേദ മിസൈൽ പരീക്ഷിച്ച രാജ്യം ചോദിച്ചാൽ ഏതാ? നമ്മുടെ ഇന്ത്യയാണ്. ഇനി ഏത് സംസ്ഥാനമാണ് സ്വന്തമായിട്ട് ബാക്ടീരിയയെ പ്രഖ്യാപിച്ചത്? ഏതാ? കേരളമാണ് കേട്ടോ. ഏത് സംസ്ഥാനമാണ് സ്വന്തമായിട്ട് ബാക്ടീരിയ പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ ഏതാ? കേരളമാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തിന് പുറമെ കൃഷിയിലും വ്യവസായത്തിലുമൊക്കെ സൂക്ഷ്മാണുക്കൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതാണ് കേരളത്തിന്റെ സ്വന്തം ബാക്ടീരിയ പ്രഖ്യാപിക്കുക വഴിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തിന് പുറമെ കൃഷിയിലും വ്യവസായത്തിലും ഒക്കെ എന്ത് ചെയ്യുക? സൂക്ഷ്മാണുക്കൾ വഹിക്കുന്ന പങ്ക് കൃഷിക്കാരിലും അല്ലെങ്കിൽ അതിൻ്റെ പങ്കിനെ കുറിച്ച് എന്ത് ചെയ്യുക? ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്തത്? സ്വന്തം ബാക്ടീരിയ പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്വന്തമായിട്ട് ബാക്ടീരിയ പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമാണ് ഇത് നമ്മുടെ കേരളം എന്ന കാര്യം ഓർത്തുവെക്കുക. നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ട് ആയിട്ടുള്ള ഗ്രോക്കിനെ നിരോധിക്കുന്ന ആദ്യ രാജ്യങ്ങളാണ് മലേഷ്യയും ഇന്തോനേഷ്യയും കേട്ടോ. നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടായ ഗ്രോക്കിനെ നിരോധിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാ? മലേഷ്യയും ഇന്തോനേഷ്യയുമാണ്. ഇനി കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതിയാണ് സാന്ത്വന മിത്ര എന്ന് പറയുന്നത്. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതി ചോദിച്ചാൽ ഏതാ? സാന്ത്വന മിത്രയാണ്. ഇനി മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് ആശ്വാസ വാടക വീട്. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് ഏതാ? ആശ്വാസ വാടക വീടെന്ന് പറയുന്നത്. 2026 ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച അലീസ ഹീലി ഏത് രാജ്യത്തെ വനിതാ ക്രിക്കറ്റ് താരമാണ്? ഏതാ? ഓസ്ട്രേലിയ. ഇനി ദേശീയ ഗെയിംസ് മാതൃകയിൽ യുവതാരങ്ങൾക്ക് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ നാഷണൽ യൂത്ത് ഗെയിംസ് നടത്താൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തീരുമാനിച്ചു. ഇനി 9ാമത് അന്താരാഷ്ട്ര സുഗന്ധ വിജ്ഞാന സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാ? കൊച്ചിയിലാട്ടോ. കൊച്ചിയിലാണ് 9ാമത് അന്താരാഷ്ട്ര സുഗന്ധ വിജ്ഞാന സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാ? കൊച്ചിയാണ്. 2026 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങളാണ് സിംബാബ്വേയും നമീബിയയും കേട്ടോ. 2026 അണ്ടർ-19 ആണ് ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ഏതൊക്കെയാ? സിംബാബ്വെ, നമീബിയ. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത US കാർട്ടൂണിസ്റ്റ് ആണ് സ്കോട്ട് ആഡംസ്. സ്കോട്ട് ആഡംസ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഏതാ? കാർട്ടൂണിസ്റ്റ്. ജനുവരി 14 ഏതാ? വേൾഡ് ലോജിക് ഡേ ആണ്. യുക്തിചിന്താ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ജനുവരി 14. ജനുവരി 15 ഇന്ത്യൻ ആർമി ഡേ അല്ലെങ്കിൽ കരസേനാ ദിനം, അതുപോലെ വിക്കിപീഡിയ ദിനമൊക്കെ ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏത്?
ജനുവരി 15. ഇനി സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായത് ആരാ? ബാഴ്സലോണ ടീമാണ്. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാ? ബാഴ്സലോണയാണ്. ഇനി സുഗതകുമാരിയുടെ സ്മരണക്കായിട്ട് സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് ആരാ? പ്രഭാവർമ്മ. സുഗതകുമാരിയുടെ സ്മരണക്കായിട്ട് സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് ആരാ? പ്രഭാവർമ്മയാണ്. രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനാണ് ജി രാജ്കുമാർ കേട്ടോ. ജി രാജ്കുമാർ, ഇത് കോർത്തു വെക്കുക. പരിസ്ഥിതി പ്രവർത്തകനാണ് ആര്? ജി രാജ്കുമാർ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനം നടന്നത് എവിടെയാ? ഡൽഹിയിലാട്ടോ. ഡൽഹിയിലാണ് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനം നടന്നത് എവിടെയാ? ഡൽഹിയിലാണ്. ഇനി റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വിശാഖപട്ടണത്ത് വെച്ച് നടത്തിയ 63ാമത് ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ആരാ? ശ്രേയ ബാലഗോപാൽ. ആരാ? ശ്രേയ ബാലഗോപാൽ. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് EP രാജഗോപാലനാട്ടോ. ആർക്കാ? EP രാജഗോപാലൻ. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാ? EP രാജഗോപാലന്. ഇനി സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേം നസീർ ഫൗണ്ടേഷന്റെ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായ സംവിധായകനാണ് പ്രിയദർശൻ. പ്രേം നസീർ ഫൗണ്ടേഷന്റെ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ ചോദിച്ചാൽ ആരാ? പ്രിയദർശനാണ്. ഭൗതിക സാഹചര്യങ്ങളും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവുമുള്ള കേരളത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്ക് തൊഴിലവസരങ്ങൾ സാധ്യമാക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ക്യാമ്പയിനാണ് തിരികെ എന്ന് കേട്ടോ. തിരികെ. മികച്ച ഭൗതിക സാഹചര്യങ്ങളും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവുമുള്ള കേരളത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്ക് തൊഴിലവസരങ്ങൾ സാധ്യമാക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ക്യാമ്പയിൻ ചോദിച്ചാൽ ഏതാ? തിരികെയാണ്. കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യവിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ഇനം ബ്രാൻഡാണ് കെ ഇനം എന്ന് പറഞ്ഞത്. ഏതാ? കെ ഇനം. കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യവിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ബ്രാൻഡിംഗ് സംവിധാനത്തിന്റെ പേര് ചോദിക്കാം. ഏതാ? കെ ഇനമാണ്. അനാഥരായിട്ട് സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് അവധിക്കാല വാസം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഫോസ്റ്റർ കെയർ എന്ന് പറയുന്നത്. ഫോസ്റ്റർ കെയർ. ഏതാ? ഫോസ്റ്റർ കെയർ. ഇന്ത്യയിലെ ആദ്യ ഹാബിറ്റ് ബിൽഡിംഗ് പ്ലാറ്റ്ഫോമായ ഹാബിൽഡ് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയുടെ പേരാണ് ഹർഘർ യോഗ. ഏതാ? ഹർഘർ യോഗ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹാബിറ്റ് ബിൽഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഹാബിൽഡ് എന്ന് പറയുന്നത് അത് അവര് ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയുടെ പേരാണ് ഹർഘർ യോഗ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പോത്ത് ചോദിച്ചാൽ ഏതാ? രാധയാട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പോത്ത് ഏതാ? രാധയാണ്. ആലുവ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഫെബ്രുവരി 20 ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക മത പാർലമെന്റ് സംഘടിപ്പിക്കുന്ന രാജ്യം റഷ്യ. ഏതാ? റഷ്യയാണ്. നാസയുടെ 67 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് മെഡിക്കൽ ഒഴിപ്പിക്കൽ ദൗത്യം ഏതാ? ക്രൂ 11 ദൗത്യം. ക്രൂ 11 ദൗത്യം. ഈ മെഡിക്കൽ ഒഴിപ്പിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഒരു സ്പേസ് എക്സിന്റെ ഒരു ദൗത്യമായിരുന്നു ഈ ക്രൂ 11 എന്ന് പറയുന്നത്. ഇവർ ഒരു 4 അംഗ സംഘത്തെ ബഹിരാകാശത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 6 മാസത്തെ ഗവേഷണത്തിന് വേണ്ടിയിട്ട് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഒരാൾക്ക് എന്ത് ചെയ്തു? മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് സുരക്ഷിതമായിട്ട് തിരിച്ച് വരേണ്ടി വന്നു. അത് ജനുവരിയിലാണ് അവരെന്ത് ചെയ്തത്? ആ ഒരു ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്തു? പിന്നെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മെഡിക്കൽ ഒഴിപ്പിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഇന്ത്യൻ കൗൺസിൽ ഓഫ്, അതായത് അവർ എന്ത് ചെയ്തില്ല? റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്തു? തിരിച്ച് വരേണ്ടി വന്നു. ഇനി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ അംഗീകൃതമായ മൃഗ ഇനങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ തനത് താറാവിനമാണ് കുട്ടനാട് താറാവ്. കുട്ടനാടൻ താറാവ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റിസർച്ചിന്റെ അംഗീകൃതമായ മൃഗ ഇനങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിന്റെ തനത് താറാവിനും ചോദിച്ചാൽ ഏതാ? കുട്ടനാടൻ താറാവാണ്. ഇനി നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് അർഹനായത് ആരാ?
ശ്രീനിവാസനാണ്. ഇനി വ്യോമസേനക്കായിട്ട് പരിഷ്കരിച്ച 114 റാഫേൽ A4 സ്റ്റാർ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ധാരണയിലെത്തിയത്? ഏതാ? ഫ്രാൻസ് ആണ്. ഏത് രാജ്യവുമായിട്ടാ? ഫ്രാൻസ് ആണ്. റാഫേൽ A4 സ്റ്റാർ എവിടെ നിന്ന് എടുക്കുന്നത്? പിന്നെ ഫ്രാൻസിൽ നിന്നാണ്. ഇനി ചാരവൃത്തി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റഷ്യ പുറത്താക്കിയ ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനാണ് ഗാരത്ത് സാമുവൽ ഡേവിഡ്. ചാരവൃത്തി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റഷ്യ പുറത്താക്കിയ ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനാണ് ആര്? ഗാരത്ത് സാമുവൽ ഡേവിഡ്. 2026 ജനുവരിയിൽ അന്തരിച്ച അമേരിക്കൻ പൗരാവകാശ പോരാളിയാണ് ക്ലോഡറ്റ് കോൾവിൻ എന്ന് പറഞ്ഞത്. ക്ലോഡറ്റ് കോൾവിൻ 2026 ജനുവരിയിൽ അന്തരിച്ച അമേരിക്കൻ പൗരാവകാശ പോരാളിയാണ് ആര്? ക്ലോഡറ്റ് കോൾവിൻ എന്ന് പറയുന്നത്. ഇനി 78ാമത് കരസേനാ ദിനത്തിന്റെ ആഘോഷത്തിനായിട്ടുള്ള വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ജയ്പൂർ, രാജസ്ഥാന്. 18ാമത് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം നേടിയ താര എസ് ഹരീഷ്. അദ്ദേഹത്തിന്റെ പട്ടുനൂൽ പുഴു എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 18ാമത് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം നേടിയ താര എസ് ഹരീഷ് ആണ്. അദ്ദേഹത്തിന്റെ കൃതി ഓർത്തുവെക്കുക, പട്ടുനൂൽ പുഴു. കയറ്റുമതിക്കായിട്ട് സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്നതിനെ സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാ? 11ാം സ്ഥാനം. കയറ്റുമതി സംസ്ഥാനങ്ങൾക്കായിട്ട് എത്രത്തോളം സംസ്ഥാനങ്ങൾ സജ്ജമാണ് എന്ന് സംബന്ധിച്ച് നീതി ആയോഗ് നടത്തിയ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാ? 11ാമത്. ഇനി മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് ആരാ? ശാരദയാട്ടോ. 2024 ശാരദയാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി പട്ടാള നിയമം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് 5 കൊല്ലം തടവ് ലഭിച്ച യുൻ സുക് യോൾ ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? യുൻ സുക് യോൾ ഏത് രാജ്യത്തെ പ്രസിഡന്റാ? ദക്ഷിണ കൊറിയ കേട്ടോ. ദക്ഷിണ കൊറിയ. ഇനി KSEBയിലെ അഴിമതിയും ക്രമക്കേടും കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ സംസ്ഥാനതല റെയ്ഡാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. ഏതാ? ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. KSEBയിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ സംസ്ഥാനതല റെയ്ഡ് ചോദിച്ചാൽ ഏതാ? ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. ഇനി ആസ്പെയർ വിഭാഗത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി സ്റ്റാർട്ടപ്പാണ് ഫ്യൂസലേജ് ഇന്നവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ആസ്പെയർ വിഭാഗത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി സ്റ്റാർട്ടപ്പാണ് ഇത്? ഫ്യൂസലേജ് ഇന്നവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇനി ആർട്ടമിസ് 2 എന്ന ചാന്ദ്രദൗത്യം നടത്തുന്ന രാജ്യം ചോദിച്ചാൽ ഏതാ? അമേരിക്ക കേട്ടോ. ഏതാ? അമേരിക്ക. ആർട്ടമിസ് 2 ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാ? അമേരിക്കയാണ്. ചാന്ദ്രദൗത്യമാണ്. ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥികളായിട്ട് പങ്കെടുത്തത് ആരൊക്കെയാ? യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും അതുപോലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലേയുമാണ്. അപ്പോൾ ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം 2026 നടന്നത് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ്. അതിലെ മുഖ്യ അതിഥികൾ ചോദിച്ചാൽ ആരൊക്കെയാ? യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആന്റോണിയോ കോസ്റ്റയും അതുപോലെ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലേയുമാണ്. മത്സ്യകൃഷി എന്നീ മേഖലകളിലെ സാങ്കേതിക വിദ്യയും നവീകരണവും മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാറിൽ ഒപ്പുവെച്ചത്? ഏതാ? ഇസ്രായേലാട്ടോ. മത്സ്യബന്ധനം, മത്സ്യകൃഷി എന്നീ മേഖലകളിലെ സാങ്കേതിക വിദ്യയും നവീകരണവും മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാർ ഒപ്പിട്ടത്? ഇസ്രായേലാണ്. ഇനി ഇന്ത്യയുടെ 92ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി കൈവരിച്ചത് ആരാ? ആര്യൻ വർഷിനി കേട്ടോ. ആര്യൻ വർഷിനി. ഇന്ത്യയുടെ 92ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി കൈവരിച്ചത് ആരാ? ആര്യൻ വർഷിനിയാണ്. ഇനി ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ കമ്മീഷൻ ആരംഭിച്ച ക്യാമ്പയിനാണ് പറന്നുയരാം കരുത്തോടെ. പറന്നുയരാം കരുത്തോടെ ബ്രാൻഡ് അംബാസഡർ ചോദിച്ചാൽ മഞ്ജു വാര്യറാണ്. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ കേരള വനിതാ കമ്മീഷൻ ആരംഭിച്ച ക്യാമ്പയിൻ ചോദിച്ചാൽ ഏതാ? പറന്നുയരാം കരുത്തോടെ എന്നുള്ളതാണ്. ബ്രാൻഡ് അംബാസഡർ ആരാ? മഞ്ജു വാര്യറാണ്. ഇനി 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന നാസയുടെ പദ്ധതിയാണ് ആർട്ടമിസ് 2 എന്ന് പറയുന്നത്. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന നാസയുടെ പദ്ധതി ചോദിച്ചാൽ ഏതാ? ആർട്ടിമസ് 2 ആണ്. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട്
ഓൺലൈനായി മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനിയാണ് സിയ ഫാത്തിമ കേട്ടോ. സിയ ഫാത്തിമ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിങ് വഴി അല്ലെങ്കിൽ ഓൺലൈൻ ആയിക്കൊണ്ട് മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനി ചോദിച്ചാൽ ആരാ? സിയ ഫാത്തിമയാണ്. നമ്മൾ പറഞ്ഞു 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യനെ വീണ്ടും ചന്ദ്രപഥത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നാസയുടെ ലക്ഷ്യമാണ് ഇത് ആർട്ടിമസ് 2 എന്ന് പറയില്ലേ. ഈ ആർട്ടിമസ് 2 ദൗത്യത്തിലൂടെ ചന്ദ്രനിലേക്ക് യാത്ര തിരിക്കുന്ന വനിതയാണ് ക്രിസ്റ്റീന കോച്ച് കേട്ടോ. ആരാ? ക്രിസ്റ്റീന കോച്ച്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ച റൂട്ട് ഏതാ? ഹൗറ ഗുവാഹത്തി. ഹൗറ ഗുവാഹത്തി ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ച റൂട്ട് ചോദിച്ചാൽ ഏതാ? ഹൗറ ഗുവാഹത്തി ആണ്. 2026 ജനുവരി 17. ഇനി ലോകത്ത് പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാ? 2ാം സ്ഥാനമാണ്. 1ാമതേതാ? ചൈനയാണ്. ലോകത്ത് പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2, 1ാമതേതാ? ചൈനയാണ്. ഇനി സമുദ്ര സംരക്ഷണത്തിനായിട്ട് 2026 ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന അന്താരാഷ്ട്ര ഉടമ്പടിയുടെ പേരാണ് ഹൈ സീസ് ട്രീറ്റി എന്ന് പറയുന്നത്. ഹൈ സീസ് ട്രീറ്റി എന്ന് പറയുന്നത് സമുദ്ര സംരക്ഷണത്തിനായിട്ട് 2026 ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഇത് ഹൈ സീസ് ട്രീറ്റി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ ഗ്രീൻ അമോണിയ പ്ലാന്റ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ ഗ്രീൻ അമോണിയ പ്ലാന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ ഗ്രീൻ അമോണിയ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാ? കാക്കിനഡ. കാക്കിനഡ എവിടെയാ? ആന്ധ്രാപ്രദേശിലാണ്. ഇനി 13ാമത് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായത് ആരാ? TV ചന്ദ്രൻ കേട്ടോ. ആരാ? TV ചന്ദ്രനാണ് 13ാമത് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായത്. TV ചന്ദ്രൻ. ഇനി പരമ്പരാഗത കരകൗശല തൊഴിലാളികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് PM വിശ്വകർമ്മ. PM വിശ്വകർമ്മ 2023 ഇത് ആരംഭിച്ചതെന്ന് ഓർത്ത് നോക്കുക. എക്സാമിലേക്ക് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ദേശീയ പുരസ്കാരം നേടിയ കൈറ്റിൻ്റെ AI വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം ഏതാണ്? ദേശീയ പുരസ്കാരം നേടിയ കൈറ്റിൻ്റെ AI വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമാണ് സമഗ്ര പ്ലസ് എന്ന് പറയുന്നത്. സമഗ്ര പ്ലസ് കേട്ടോ. സമഗ്ര പ്ലസ്. ഇനി വനിതാ കമ്മീഷന്റെ പറന്നുയരാം കരുത്തോടെ എന്നതിൻ്റെ ബ്രാൻഡ് അംബാസഡർ നമ്മൾ പറഞ്ഞു ആരായിരുന്നു? മഞ്ജു വാര്യർ ആണ്. ഇനി കവി K സച്ചിദാനന്ദന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ ആത്മകഥയാണ് അവിരാമം. ഏതാ? അവിരാമം. കവി K സച്ചിദാനന്ദന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ ആത്മകഥയുടെ പേരാണ് ഇത് അവിരാമം. ഇനി മെർക്കോസുർ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ട നഗരമാണ് അസൂൻസിയോൾ പരാഗ്വേ. അസൂൻസിയോൾ പരാഗ്വേ. മെർക്കോസുർ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ട നഗരം ചോദിച്ചാൽ എവിടെയാ? അസൂൻസിയോ പരാഗ്വേ. ഇനി ലോകയാൻ 26 എന്ന പേരിൽ ലോക പര്യടനത്തിന് ഒരുങ്ങുന്ന ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലാണ് INS സുദർശിനി. INS സുദർശിനി. ലോകയാൻ 2026 ലോകയാൻ 26 എന്ന പേരിൽ ലോക പര്യടനത്തിന് ഒരുങ്ങുന്ന ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ ചോദിച്ചാൽ ഏതാ? INS സുദർശിനിയാണ്. ഇനി ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് അമേരിക്ക രൂപീകരിച്ച സമാധാന ബോർഡിന്റെ ചെയർമാൻ ആരാ? ഡൊണാൾഡ് ട്രംപ്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് അമേരിക്ക രൂപീകരിച്ച സമാധാന ബോർഡിന്റെ ചെയർമാൻ ചോദിച്ചാൽ ആരാ? ഡൊണാൾഡ് ട്രംപ് ആണ്. ഇനി വന്യജീവികൾ ദേശീയപാത മുറിച്ചു കടക്കുമ്പോൾ വാഹനമിടിച്ച് കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എലിവേറ്റഡ് കോറിഡോർ പദ്ധതി നടപ്പിലാക്കുന്ന നാഷണൽ പാർക്ക് ഏതാ? കാസിരംഗ നാഷണൽ പാർക്ക്, ആസാം. വന്യജീവികൾ ദേശീയപാത മുറിച്ചു കിടക്കുന്ന സമയത്ത് വാഹനമിടിച്ചുകൊണ്ട് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എലിവേറ്റഡ് കോറിഡോർ എന്ന പദ്ധതി നടപ്പിലാക്കുന്ന നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഏതാ? കാസിരംഗ നാഷണൽ പാർക്ക്. എവിടെയാ? ആസാമിലാണ്. രണ്ടാമത് ആഗോള ബുദ്ധ ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ന്യൂഡൽഹി. രണ്ടാമത് ആഗോള ബുദ്ധ ഉച്ചകോടിക്ക് വേദിയായ നഗരം ചോദിച്ചാൽ എവിടെയാ? ന്യൂഡൽഹി ആണ്. ഇനി ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് നാഷണൽ ലീഗിൽ ചാമ്പ്യന്മാരായ സംസ്ഥാനം ചോദിക്കാം ഏതാ? കേരളമാണ്. ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് നാഷണൽ ലീഗിൽ ചാമ്പ്യന്മാരായ സംസ്ഥാനം ഏതാ? കേരളമാണ്. 2026 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ പ്രമേയം ചോദിക്കാം എന്താ? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നാട്ടോ. 2026 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ പ്രമേയം ചോദിച്ചാൽ എന്താ? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നാണ്. കേരളത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ
പുതിയ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്ന സ്ഥലമാണ് പൊന്നാനി മലപ്പുറം. പൊന്നാനി മലപ്പുറം കേരളത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടെ പുതിയ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്ന സ്ഥലം എവിടെയാ? പൊന്നാനിയാണ്. എവിടെയാ? മലപ്പുറത്ത്. ഇനി 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല ഏതാ? കണ്ണൂർ ജില്ല. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല ചോദിച്ചാൽ ഏതാ? കണ്ണൂരാണ്. ഇനി സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്ന പ്രമേയത്തിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാം പതിപ്പിന് വേദിയായ നഗരം എവിടെയാ? ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്ന പ്രമേയത്തിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാം പതിപ്പിന് വേദിയായ നഗരം ഏതാ? ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. ഇനി IMFന്റെ പ്രവചന പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് ചോദിച്ചാൽ എത്രയാ? 7.3%. IMFന്റെ പ്രവചന പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് ചോദിച്ചാൽ എത്രയാ? 7.3%. ഇനി 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ ഏതാ? ഇന്ത്യയാണ്. ഇനി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള നിർണായക വ്യാപാര കരാർ പ്രഖ്യാപനങ്ങൾ ഏത് റിപ്പബ്ലിക് ദിന ആഘോഷത്തോടനുബന്ധിച്ചാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ 77ാമത് 2026. ഇനി ലോകയാൻ 26 എന്ന 10 മാസം നീണ്ടു നിൽക്കുന്ന വിദേശയാത്ര ആരംഭിച്ച ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ നമ്മൾ പറഞ്ഞു INS സുദർശനിയാണ്. അടുത്തിടെ തമിഴ്നാട്ടിലെ സിരുവാണി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഉറുമ്പീച്ചയാണ് മെറ്റാഡോൺ റീമേരി. ഇനി കേരള നോളജ് ഇക്കോണമി മിഷന്റെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ പുതുക്കിയ വാർഷിക വരുമാന പരിധിയാണ് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. എന്താ ഈ കണക്ട് ടു വർക്ക് എന്ന് പറയുന്നത്? നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടിയിട്ട് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഇത് കണക്ട് ടു വർക്ക് എന്ന് പറയുന്നത്. ആദ്യം ഇതിന്റെ വരുമാന പരിധി ഇത് പ്രഖ്യാപിച്ച സമയത്ത് വരുമാന പരിധി 1 ലക്ഷം രൂപയായിരുന്നു. നിലവിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്? 5 ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സേവനങ്ങൾക്കായിട്ട് സജ്ജമാക്കിയ പുതിയ AI അധിഷ്ഠിത കോൾ സെന്ററിന്റെ പേരാണ് സ്മാർട്ടി. ഏതാ? സ്മാർട്ടി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സേവനങ്ങൾക്കായിട്ട് സജ്ജമാക്കിയ പുതിയ AI അധിഷ്ഠിത കോൾ സെന്ററിന്റെ പേരാണെന്ത്? സ്മാർട്ടി എന്ന് പറയുന്നത്. ഇനി ഒരാൾ ഉറങ്ങുമ്പോഴുള്ള ഡാറ്റ വിശകലനം ചെയ്ത് 100-ലധികം ആരോഗ്യ പ്രശ്നങ്ങൾ പ്രവചിക്കാൻ കഴിയുന്ന AI മാതൃകയാണ് സ്ലീപ്പ് FM എന്ന്. ഏതാ? സ്ലീപ്പ് FM. ഒരാൾ ഉറങ്ങുമ്പോഴുള്ള ഡാറ്റ വിശകലനം ചെയ്തിട്ട് 100-ലധികം ആരോഗ്യ പ്രശ്നങ്ങൾ പ്രവചിക്കാൻ കഴിയുന്ന AI മാതൃകയാണ് സ്ലീപ്പ് FM എന്ന് പറയുന്നത്. ഇനി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവിയായിട്ട് ചുമതലയേറ്റത് ആരാ? രാകേഷ് അഗർവാൾ. രാകേഷ് അഗർവാളാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവിയായിട്ട് ചുമതലയേറ്റത് ആരാ? രാകേഷ് അഗർവാളാണ്. ഇനി തൃശ്ശൂരിൽ നടന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ നമ്മൾ പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ അഭിമാനമായ ഏത് ബാഡ്മിന്റൺ താരമാണ് അടുത്തിടെ കരിയറിൽ നിന്നും ഔദ്യോഗികമായിട്ട് വിരമിച്ചത്? ആരാ? സൈന നെഹ്വാൾ. സൈന നെഹ്വാൾ. ഐറ്റം ഏതാ? ബാഡ്മിന്റൺ ആണ്. കേരളത്തിലെ പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഓംബുഡ്സ്മാനായിട്ട് നിയമിതനാകുന്നത് ആരാ? ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്. കേരളത്തിലെ പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഓംബുഡ്സ്മാനായിട്ട് നിയമിതനാകുന്നത് ആരാ? ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ആണ്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഗ്രേസ മാർഷൽ. ഗ്രേസ മാർഷൽ. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ചോദിച്ചാൽ ആരാ? ഗ്രേസ മാർഷൽ ആണ്. മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തകയും ദക്ഷിണാഫ്രിക്കൻ മുൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയുടെ പത്നിയുമാണ് ആര്? ഗ്രേസ മാർഷൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകതയുണ്ട്, ഓർത്തു വെക്കുക, ചോദിക്കും. കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ VC ആരാ? പി രവീന്ദ്രൻ ആണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 ഇന്ത്യയിൽ ഏത് ദിവസമായിട്ട് ആചരിക്കുന്നത്? പരാക്രം ദിവസ് അല്ലെ? പരാക്രം ദിവസമായിട്ടാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് ഏത്? ജനുവരി 23 എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നത്? പരാക്രം ദിവസായിട്ട്. 2026 G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ്. 2026 G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാ?
ഫ്രാൻസ് ആണ്. ഇനി വിവിധ മേഖലകളിൽ സൂക്ഷ്മജീവികളെ സംബന്ധിച്ച് ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനമാണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം. വിവിധ മേഖലകളിൽ സൂക്ഷ്മജീവികളെ സംബന്ധിച്ച ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ചോദിച്ചാൽ ഏതാ? സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം ആണ്. ഇനി കേരള സർക്കാർ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥാപിച്ചത് എവിടെയാ? തോന്നക്കൽ, തിരുവനന്തപുരം. കേരള സർക്കാർ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥാപിച്ചത് എവിടെയാ? തോന്നക്കൽ, തിരുവനന്തപുരം. ഇനി സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ DC ബുക്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവല് ഉദ്ഘാടനം ചെയ്തത് ആരാ? സുനിത വില്യംസ് അല്ലെ. സുനിത വില്യംസ് എവിടെ വെച്ചിട്ടാണ് നടന്നത്? കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവല് പിന്നെ കോഴിക്കോട് ബീച്ചിൽ വെച്ചായിരുന്നു നടന്നത്. ഉദ്ഘാടനം ചെയ്തത് ആരാ? സുനിത വില്യംസ്. ഇനി കേരളത്തിൽ ജനിച്ചവരെന്നോ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണെന്നോ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായിക്കൊണ്ട് സർക്കാർ ഏർപ്പെടുത്തിയ പുതിയ രേഖയാണ് നേറ്റിവിറ്റി കാർഡ് കേട്ടോ. നേറ്റിവിറ്റി കാർഡ് ഇതിൽ എന്ത് ചെയ്യും? ഫോട്ടോ പതിച്ച ഒരു തിരിച്ചൽ രേഖയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നേറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാൻ പറ്റും. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം നേറ്റിവിറ്റി കാർഡ് അനുവദിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാ? തഹസീൽദാർ ആയിരിക്കും. ആരാ? തഹസീൽദാറാണ്. അപ്പോൾ കേരളത്തിൽ വന്ന പുതിയൊരു ID കാർഡാണ് ഏതോ? നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്നത്. കേരളത്തിൽ ജനിച്ചവരാണെന്നോ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണെന്നോ തെളിയിക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള നമ്മുടെ നേറ്റിവിറ്റി കാർഡുണ്ട്. അതിന് പകരമായിക്കൊണ്ട് സർക്കാർ ഏർപ്പെടുത്തിയ പുതിയൊരു പദ്ധതിയാണ് ഇത് നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്നത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായിക്കൊണ്ട് വന്ന സാധനമാണ് ഇത് നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്നത്. ഇതെന്താ? ഫോട്ടോ പതിച്ചൊരു തിരിച്ചറിയൽ രേഖയാണ്. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നത് ആരാന്ന് ചോദിച്ചാൽ തഹസീൽദാർ ആയിരിക്കും. 2028 ലോകോത്തര തുറമുഖ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2028 ലോകോത്തര തുറമുഖ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കേരളത്തിലെ തുറമുഖം ചോദിച്ചാൽ ഏതാ? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഏകീകരിക്കുന്നതിനും വ്യാജ വിവരങ്ങൾ തടയുന്നതിനുമായിട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ECI നെറ്റ് എന്ന് പറയും. ECI നെറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഏകീകരിക്കാനും വ്യാജ വിവരങ്ങൾ തടയാനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇത് ECI നെറ്റ് എന്ന് പറയുന്നത്. നിലവിലെ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? ഗ്യാനേഷ് കുമാർ അല്ലെ. ഗ്യാനേഷ് കുമാർ. ഈ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ US ഡോളറിനോടുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നതിനായിട്ട് ബ്രിക്സ് രാജ്യങ്ങളുടെ ഡിജിറ്റൽ കറൻസികളെ പരസ്പരം ബന്ധിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ US ഡോളറിനോടുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നതിനായിട്ട് ബ്രിക്സ് രാജ്യങ്ങളുടെ ഡിജിറ്റൽ കറൻസികളെ പരസ്പരം ബന്ധിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച ബാങ്ക് ചോദിച്ചാൽ ഏതാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം നമ്മൾ പറഞ്ഞതാണ് ഏതാ? ഇന്ത്യ ആയിരുന്നു. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം ചോദിക്കാം. എന്താ? ബിൽഡിംഗ് ഫോർ റിസൈലൻസ്, ഇന്നവേഷൻ, കോപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ശ്വാസത്തിലൂടെ ശരീരത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഇൻസുലിനാണ് അഫ്രസ. ഏതാ? അഫ്രസ. ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ശ്വാസത്തിലൂടെ ശരീരത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഇൻസുലിൻ ചോദിച്ചാൽ ഏതാ? അഫ്രസയാണ്. ഇനി തമിഴ്നാടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ഔദ്യോഗിക ചിഹ്നം ചോദിച്ചാൽ ഏതാ? വിസിലാട്ടോ. ഏതാ? വിസിലാണ്. TVK അല്ലെ. തമിഴക വെട്രി കഴകം ആരുടെ പാർട്ടിയാ? വിജയുടെ പാർട്ടിയാണ്. അവർക്ക് അനുവദിച്ച ചിഹ്നം ചോദിച്ചാൽ ഏതാ? വിസിലാണ്. ഇനി നടൻ കമലഹാസന്റെ നേതൃത്വത്തിലുള്ള മക്കൾ നീതി മയ്യം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാ? ബാറ്ററി ടോർച്ച്. ബാറ്ററി ടോർച്ച്. നടൻ കമലഹാസന്റെ നേതൃത്വത്തിലുള്ള മക്കൾ നീതി മയ്യം എന്ന പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ചോദിച്ചാൽ ഏതാ? ബാറ്ററി ടോർച്ചാണ്. ഇനി ഫ്ലഡ് റോഡുകളുടെ നിർമ്മാണ അനുമതി മുതൽ ബിൽ വിതരണം വരെയുള്ള എല്ലാ പ്രവൃത്തികൾക്കുമായിട്ട് ദുരന്ത നിവാരണ വകുപ്പ് സജ്ജീകരിച്ച പുതിയ പോർട്ടലാണ് സുവീതി പോർട്ടൽ. ഏതാ? സുവീതി പോർട്ടൽ. സുവീതി പോർട്ടൽ. ഇനി മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണക്കായിട്ട് ബേപ്പൂരിൽ നിർമ്മിച്ച സ്മാരകമാണ്
ആകാശമിട്ടായി. മലയാളത്തിൻ്റെ വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണക്കായിട്ട് ബേപ്പൂരിൽ നിർമ്മിച്ച സ്മാരകം ഏതാ? ആകാശമിട്ടായി ആണ്. ഇനി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനും ഗാസയുടെ പുനർനിർമ്മാണത്തിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ സംവിധാനം നമ്മൾ പറഞ്ഞു ഏതാ? ബോർഡ് ഓഫ് പീസ് അല്ലെ. ബോർഡ് ഓഫ് പീസ്. ഇതിന്റെ ചെയർമാൻ ആരായിരുന്നു? ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു. ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായിട്ട് 16 നാമനിർദ്ദേശങ്ങൾ ലഭിച്ച് റെക്കോർഡ് നേടിയ ചിത്രമാണ് സിന്നേഴ്സ് എന്ന് പറയുന്നത്. ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായിട്ട് 16 നാമനിർദ്ദേശങ്ങൾ ലഭിച്ച് റെക്കോർഡ് നേടിയ ചിത്രം ചോദിച്ചാൽ ഏതാ? സിന്നേഴ്സ് കേട്ടോ. സിന്നേഴ്സ് ആണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഗുഹാചിത്രം കണ്ടെത്തിയത് എവിടെയാ? സുലാവസി, ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഗുഹാചിത്രം കണ്ടെത്തിയത് എവിടെയാ? സുലാവസി. എവിടെയാ? ഇന്തോനേഷ്യയിലാണ്. ഇനി നമ്മൾ പറഞ്ഞതാണ് ആർട്ടിമിസ് 2 പറഞ്ഞു, സുവീര് പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഏറ്റവും അവസാനമായിട്ട് പ്രഖ്യാപിച്ച നമ്മുടെ ഉയർന്ന ബഹുമതികളാണ് ഏതൊക്കെ? പത്മവിഭൂഷൺ, പത്മഭൂഷൺ, അതുപോലെ പത്മശ്രീ എന്ന് പറയുന്നത് അല്ലേ. പത്മവിഭൂഷൺ ഏറ്റവും ഉയർന്ന പത്മ അവാർഡിൽ ഏറ്റവും ഉയർന്നത് ഏതാ? പത്മവിഭൂഷൺ ആണ്. ഈ വർഷം അത് 5 പേർക്കാണ് കൊടുത്തിട്ടുള്ളത്. 5 പേരിൽ 3 പേരും മലയാളികളാണ്. പത്മവിഭൂഷൺ അവാർഡ് ടോട്ടലി 5 പേർക്ക് കൊടുത്തു. 5-ൽ 3 പേരും എന്താണ്? മലയാളികളാണ്. ഒന്ന് VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ. ഇവർ 3 പേരും എന്താണ്? മലയാളികളാണ്. അതുപോലെ ധർമ്മേന്ദ്ര, പിന്നെ ഡോക്ടർ N രാജം. നടനാണ് ധർമ്മേന്ദ്ര എന്ന് പറയുന്നത്. വയലിനിസ്റ്റ് ആണ് ആര്? N രാജം. ഇങ്ങനെ 5 പേർക്കാണ് എന്ത് ചെയ്തത്? 2026 അനൗൺസ് ചെയ്ത പത്മവിഭൂഷൺ അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. 5 പേർക്ക് പത്മവിഭൂഷൺ അവാർഡുകൾ ലഭിച്ചു. അതിൽ 3 പേരും എന്താണ്? മലയാളികളാണ്. 3 പേർ ആരൊക്കെയാ? ഒന്ന് VS അച്യുതാനന്ദൻ, 2 ജസ്റ്റിസ് KT തോമസ്, അതുപോലെ P നാരായണൻ. പിന്നെ 2 പേർ ആരൊക്കെയാ? ധർമ്മേന്ദ്ര നടനാണ്, ഡോക്ടർ N രാജം ആരാ? വയലിനിസ്റ്റ് ആണ്. ഇനി രണ്ടാമത്തേതാണ് ഇത് പത്മഭൂഷൺ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ എഴുതാൻ വിട്ടുപോയി. പത്മഭൂഷൺ എത്ര പേർക്കാ? 13 പേർക്കാണ് ഈ വർഷം പത്മഭൂഷൺ അവാർഡ് ലഭിച്ചത് കേട്ടോ. ഈ വർഷം എത്ര പേർക്കാ? 13 പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിൽ മലയാളികൾ 2 പേരാണുള്ളത്. ഒന്ന് മമ്മൂട്ടിയാണ്, 2 ആരാ? വെള്ളാപ്പള്ളി നടേശൻ. 2 പേർക്കാണ് ഏത് കിട്ടിയത്? പത്മഭൂഷൺ അവാർഡ് ലഭിച്ചത്. പിന്നെ അതാരൊക്കെയാ? ഒന്ന് മമ്മൂട്ടിയോ, അതേപോലെ 2 വെള്ളാപ്പള്ളി നടേശനുമാണ്. പിന്നെ മൂന്നാമത്തത് ഏതാ? പത്മശ്രീ ജേതാക്കൾ അല്ലെ. പത്മശ്രീ 3 മലയാളികൾക്ക് ലഭിച്ചു. 113 പേർക്കാണ് 2026 പത്മശ്രീ പ്രഖ്യാപിച്ചത്. അതിൽ 113-ൽ 3 പേരാണ് മലയാളികളുള്ളത്. ഒന്ന് AE മുത്തുനായകം, ശാസ്ത്രം ബഹിരാകാശ മേഖലയിലെ സംഭാവന പരിഗണിച്ചാണ് കൊടുത്തത്. 2 കലാമണ്ഡലം വിമല മേനോൻ, 3 കൊല്ലങ്കോട് G ദേവകി അമ്മ. അങ്ങനെ 3 പേർക്കാണ് പത്മശ്രീ അവാർഡ് 2026 മലയാളികൾക്ക് ലഭിച്ചത്. പത്മഭൂഷൺ നമ്മൾ പറഞ്ഞു 13 പേർക്ക് ലഭിച്ചു. അതിൽ 2 മലയാളികൾ. പത്മവിഭൂഷൺ 5 പേർക്ക് കൊടുത്തു. അതിൽ 3 മലയാളികൾ. അപ്പോൾ ടോട്ടൽ എത്ര മലയാളികൾ? 3ഉം 2 5ഉം 8 മലയാളികൾക്കാണ് ഈ വർഷം പത്മ അവാർഡുകൾ ലഭിച്ചത്. അപ്പോൾ ഇവരെ മേഖല ഓർത്തു നോക്കണം. ഈ മുത്തുനായകം, ശാസ്ത്രം ബഹിരാകാശം, കലാമണ്ഡലം വിമല മേനോൻ, കലാമോഹിനിയാട്ടം, കൊല്ലങ്കോട് G ദേവകിയമ്മ കൃഷി പരിസ്ഥിതിയാണ്. ഇനി കായിക മേഖലയിലെ പത്മ പുരസ്കാരങ്ങൾ നേടിയവരാണ് വിജയ് അമൃത് രാജ്, ടെന്നീസ് വിഭൂഷൺ ലഭിച്ചു. രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ 2 പേരും ക്രിക്കറ്റിലാണ്, പത്മശ്രീയാണ് ലഭിച്ചത്. സവിത പൂനിയ ഹോക്കിയാണ്. K പളനിവേൽ ആയോധനകല, 2 പേർക്കും ലഭിച്ചത് പത്മശ്രീ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം കേട്ടോ, പത്മഭൂഷൺ അവാർഡ് നേടിയ വിജയ് അമൃത് രാജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അല്ലെങ്കിൽ പത്മശ്രീ അവാർഡ് നേടിയ ഹർമൻപ്രീത് കൗർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അല്ലെങ്കിൽ K പളനിവേൽ, പത്മശ്രീ അവാർഡ് നേടിയ K പളനിവേൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അപ്പോൾ ഇത് കറക്റ്റ് ഒന്ന് ഓർത്തു വെക്കണേ. ഇനി തായ്പോയ് 101 എന്ന കെട്ടിടം സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ കീഴടക്കി വാർത്തകളിൽ ഇടം പിടിച്ച അമേരിക്കൻ സാഹസികനാണ് അലക്സ് ഹോണോൾഡ് കേട്ടോ. അലക്സ് ഹോണോൾഡ്. ഇനി BBC-യുടെ ഇന്ത്യൻ ശബ്ദം എന്നറിയപ്പെട്ട അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകനാണ് മാർക്ക് ടള്ളി. ആരാ? മാർക്ക് ടള്ളി. BBC-യുടെ ഇന്ത്യൻ ശബ്ദം എന്നറിയപ്പെട്ടിരുന്ന അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകനാണ് മാർക്ക് ടള്ളി എന്ന് പറയുന്നത്.
ഇനി കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം ഏറ്റുവാങ്ങിയ പ്രശസ്ത നടി ശാരദ നമ്മൾ പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി മഹാകുംഭമേള നടന്നത് എവിടെയാ? മലപ്പുറം ജില്ലയിലെ തിരുനാവായ അല്ലെ ഭാരതപ്പുഴയുടെ തീരത്താണ് കേരളത്തിൽ ആദ്യമായിക്കൊണ്ട് മഹാകുംഭമേള നടന്നത്. എവിടെയാ? മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലാണ്. തിരുനാവായയിൽ ഉദ്ഘാടനം ചെയ്തത് ആരാ? കുംഭമേള ഉദ്ഘാടനം ചെയ്ത് രാജേന്ദ്ര അർലേക്കറാണ്. നമ്മുടെ ഗവർണറായ രാജേന്ദ്ര അർലേക്കറാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം ഒറ്റച്ചിലമ്പേന്തിയ രൂപം വരുന്നത് എവിടെയാ? ആറ്റുകാൽ കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാലിലാണ്. 60 അടി ഉയരത്തിലാണ് ഈ ശില്പം നിർമ്മിക്കുന്നത്. ശില്പി ആരാന്ന് ചോദിക്കാം, ദേവദത്തനാണ്. ഇനി വന്യമൃഗശല്യം തടയാൻ സംസ്ഥാനത്തെ ആദ്യത്തെ ഫൈബർ ഗ്ലാസ് സൗരോർജ വേലി നിലവിൽ വന്നത് എവിടെയാ? നിലമ്പൂർ കനോലി പാർക്കിൽ കേട്ടോ. നിലമ്പൂരിലെ കനോലി പാർക്കിലാണ് വന്യമൃഗശല്യം തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ ഫൈബർ ഗ്ലാസ് സൗരോർജ വേലി നിലവിൽ വന്നത് എവിടെയാ? നിലമ്പൂരിലാണ്. ഇനി കുട്ടികളുടെ മാനസികാരോഗ്യം കണക്കിലെടുത്ത് 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഗോവയാട്ടോ. കുട്ടികളുടെ മാനസികാരോഗ്യം കണക്കിലെടുത്ത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഗോവയാണ്. ഇന്ത്യയും ഏത് സംഘടനയുമാണ് 18 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടാൻ ധാരണയായത്? ആയിരിക്കാം? ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമാണ്. ഇന്ത്യൻ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന എത്ര ശതമാനം ഉൽപ്പന്നങ്ങളുടെ നികുതിയാണ് ഒഴിവാക്കുന്നതെന്ന് ചോദിച്ചാൽ 97% ഉൽപ്പന്നങ്ങളുടെയും നികുതിയാണ് ഒഴിവാക്കുന്നത്. ഇനി അടുത്തിടെ അന്തരിച്ച IS ബിന്ദ്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ് ഭരണാധികാരിയാണ്. ആര്? IS ബിന്ദ്ര എന്ന് പറയുന്നത്. ഇനി IS ബിന്ദ്രയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ പ്രമുഖ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് മൊഹാലി സ്റ്റേഡിയം. എവിടെയാ? പഞ്ചാബ്. മൊഹാലി സ്റ്റേഡിയം പഞ്ചാബ്. ഇനി കേരള സർക്കാർ പൊതുവിതരണ ശൃംഖലയിലൂടെ കുറഞ്ഞ നിരക്കിൽ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ പേര്, അതായത് റേഷൻ കടകൾ വഴി കുടിവെള്ളം ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ പേരാണ് സുജലം എന്ന് കേട്ടോ. സുജലമാണ്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പുറത്തിറക്കുന്ന ഹില്ലി അക്വ എന്ന ബ്രാൻഡ് വെള്ളമാണ് ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി 2024 സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങളിൽ മികച്ച ഫോട്ടോഗ്രാഫറിനുള്ള അവാർഡ് ജേതാവ് അരവിന്ദ് വേണുഗോപാൽ. ആരാ? അരവിന്ദ് വേണുഗോപാൽ. 2024 സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങളിൽ മികച്ച ഫോട്ടോഗ്രാഫറിനുള്ള അവാർഡ് നേടിയത് അരവിന്ദ് വേണുഗോപാലാണ്. ഇനി ആധാർ വിവരങ്ങൾ QR കോഡ് വഴി സ്കാൻ ചെയ്ത് പങ്കുവെക്കാനും ഫേസ് ഓതന്റിക്കേഷൻ വഴി വെരിഫിക്കേഷൻ നടത്താനും സഹായിക്കുന്ന പുതിയ ആധാർ ആപ്പ് നിലവിൽ വന്നതോടെ നിർത്തലാക്കപ്പെടുന്ന പഴയ ആപ്പാണ് M-ആധാർ. M-ആധാർ എടുത്തുകളയാണ്. ഇനി റെയിലിന് പകരമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരള സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ അതിവേഗ റെയിൽവേ പദ്ധതിയാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, RRTS കേട്ടോ. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. റെയിലിന് പകരമായിക്കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ അതിവേഗ റെയിൽവേ പദ്ധതിയുടെ പേരാണെന്ത്? റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. 583 കിലോമീറ്റർ നീളമുള്ള ഈ പദ്ധതി 4 ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തിയാക്കുന്നത്. ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ 284 കിലോമീറ്റർ. ഇനി ക്യാൻസർ, പ്രമേഹം എന്നിവയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം ചേമ്പാണ് ജാമുന്നി. ക്യാൻസർ, പ്രമേഹം എന്നീ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പുതിയ ഇനം ചേമ്പ് വികസിപ്പിച്ചെടുത്തതാരാ? തിരുവനന്തപുരത്തുള്ള കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണ്. ചേമ്പിന്റെ പേര് ചോദിച്ചാൽ എന്താ? ജാമുന്നിയാണ്. എന്താ? ജാമുന്നി. ഇനം നമ്മൾ പറഞ്ഞതാണ്. അടുത്തിടെ അന്തരിച്ച CBSE മുൻ ചെയർമാനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ സ്ഥാപക ചെയർമാനുമായ മലയാളിയാണ് ഫാദർ തോമസ് വി കുന്നുമ്മൽ കേട്ടോ. ഫാദർ തോമസ് വി കുന്നുമ്മൽ അടുത്തിടെ അന്തരിച്ച CBSEയുടെ മുൻ ചെയർമാനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ സ്ഥാപകനുമായിരുന്ന മലയാളിയാണ് ഫാദർ തോമസ് വി കുന്നുമ്മൽ. 1974 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന് വേദിയാകുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. ഉദ്ഘാടനം നിശാഗാന്ധി ഓഡിറ്റോറിയത്തിലാണ്. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന് വേദിയാകുന്ന സ്ഥലം
തിരുവനന്തപുരത്തുള്ള ഇവിടെ നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ. ഇനി ഇറാനിലെ സായുധ സേനാ വിഭാഗമായ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിനെ ഈയിടെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ അന്താരാഷ്ട്ര സംഘടനയാണ് യൂറോപ്യൻ യൂണിയൻ. ഇറാനിലെ സായുധ സേനാ വിഭാഗമായ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിനെ ഈയിടെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ അന്താരാഷ്ട്ര സംഘടന ചോദിച്ചാൽ ഏതാ? യൂറോപ്യൻ യൂണിയൻ ആണ്. ഇനി ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പരിഷ്കരിച്ച വെബ്സൈറ്റ് hscportal.kerala.gov.in ആണ്. ഇതൊക്കെ ചിലപ്പം ഒരു ഡിഗ്രി ലെവലിനൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പുതിയ പരിഷ്കരിച്ച വെബ്സൈറ്റ് hscportal.kerala.gov.in. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽവേ സർവീസ് ഏതാ? നമോ ഭാരത്. ഏതാ? നമോ ഭാരത്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസ് ആണ് ഇത് നമോ ഭാരത് എന്ന് പറയുന്നത്. ഇത് ആദ്യ പാത ചോദിച്ചാൽ ഏതാ? ഡൽഹി മുതൽ മീററ്റ് വരെ ഡൽഹി മുതൽ മീററ്റ് വരെയാണ്. ഇനി ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രാലയ യോഗത്തിന് 2026 വേദിയാകുന്ന നഗരമാണ് ന്യൂഡൽഹി. ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിതല യോഗത്തിന്റെ 2026 വേദിയാകുന്ന നഗരം ചോദിച്ചാൽ ഏതാ? ന്യൂഡൽഹി ആണ്. 2026 ജനുവരിയിൽ അന്തരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മേധാവി നമുക്കറിയാം ആരായിരുന്നു? CJ റോയ് അല്ലെ? CJ റോയ് ED റെയ്ഡ് നടക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ നടിയാണ് കാതറിൻ ഓഹാര. ഏത് രാജ്യത്തെ പ്രശസ്ത നടിയാണ് ചോദിക്കാം? ഇതാ കാനഡ. ആർത്തവ കാല ആരോഗ്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായ മൗലിക അവകാശമാണെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ച കോടതിയാണ് നമ്മുടെ സുപ്രീം കോടതി. ആർത്തവകാല ആരോഗ്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായ മൗലിക അവകാശമാണ് എന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ചോദിച്ചാൽ ഇതാ സുപ്രീം കോടതിയാണ്. ഇനി അടുത്തൊരു ആർത്തവ ശുചിത്വം ഒരു മൗലിക അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും പെൺകുട്ടികൾക്കായിട്ട് സൗജന്യ സാനിറ്ററി പാഡുകളും പ്രത്യേക ശുചിമുറികളും ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി ചോദിച്ചാലും ഏതാ? സുപ്രീം കോടതിയാണ്. അടുത്തിടെ ആർത്തവ ശുചിത്വം ഒരു മൗലിക അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും പെൺകുട്ടികൾക്കായിട്ട് സൗജന്യ സാനിറ്ററി പാഡുകളും പ്രത്യേക ശുചിമുറികളും ഉറപ്പാക്കണം എന്ന് പ്രസ്താവിച്ച കോടതി ചോദിച്ചാൽ ഏതാ? സുപ്രീം കോടതിയാണ്. അപ്പോൾ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്ത വീഡിയോ കാണാം.